കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സന്ധ്യാസമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെയുള്ള ദൈവജനത്തോടും അയൽ സഭകളിൽ നിന്നൊക്കെ വന്ന ദൈവദാസന്മാരോടും ദൈവജനത്തോടും ഒരുമിച്ച് എളിവനായി എനിക്കും തുറക്കപ്പെട്ട തിരുവെഴുത്തിനു മുമ്പാകെ ഇന്ന് രാത്രിയിലുമായിരിക്കാൻ ദൈവം കൃപ ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനവും അറിയിച്ചു കൊള്ളുന്നു. കഴിഞ്ഞ രാത്രി നമ്മൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യമാണ് ചിന്തിച്ചത്. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചത്. ഈ നോട്ടീസ് ലഭിച്ചപ്പോൾ അതിൻ്റെ 14-ാം വാക്യം ആ നോട്ടീസിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. അതുകൊണ്ട് ഈ വേദഭാഗം ഇങ്ങനെ ചിന്തിക്കാമെന്ന് കർത്താവിൻ്റെ കൃപയും ഞാൻ ആഗ്രഹിച്ച് ആ നിലയിൽ താല്പര്യപ്പെട്ടാണ് കടന്നു വന്നത്. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറയുമ്പോൾ അത് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ള നിലയിൽ 4 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. ആ 4 കാര്യങ്ങളും അതിൻ്റെ പ്രായോഗികമായ വശങ്ങളും ചെറിയ നിലയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനായിട്ടിടയായിത്തീർന്നു. നാം എങ്ങനെയാണ് രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഏറ്റവും അധികമായ ഭയത്തോടും വിറയലോടും കൂടെ എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത നാം ശരിയായിട്ട് മനസ്സിലാക്കി വളരെയധികം ഉത്തരവാദിത്വത്തോടുകൂടി നാം ആ കാര്യത്തിൽ ഏർപ്പെടണം, അത് ചെയ്യണം എന്നുള്ള അർത്ഥത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നാം കാണുകയുണ്ടായി. ഇനി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് നാം ആ 12-ാം വാക്യത്തിൻ്റെ ആദ്യം ഒരു പദം നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എന്ന് നമ്മൾ കാണുകയാണ്. therefore അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഏതുകൊണ്ട് എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാകും. അപ്പോൾ ഈ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിപ്പീരെന്ന് പറയുമ്പോൾ അതിന് വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അതിൻ്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളിൽ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ഇനി പറയാൻ പോകുന്നത് രക്ഷയ്ക്കായി പ്രവർത്തിപ്പീരെന്ന് പറയുമ്പോൾ എന്തിനെല്ലാം നാം രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ആണ് നാം രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കേണ്ടത്, എന്തിനെല്ലാം വേണ്ടി നാം രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. ഈ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീനെന്ന് പറയുമ്പോൾ അതിലേതെല്ലാം കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് ഈ വേദഭാഗത്തിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് തുടർന്ന് പോവുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്നുള്ള നിലയിൽ അത് ഈ 2-ാം അധ്യായം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് ഒന്നാമത്തെ ആശയത്തിൻ്റെ വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 1-11. അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അനുഗ്രഹീതമായ ഒരു സഭാ ജീവിതത്തെയാണ്. അപ്പോൾ നാം അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടി രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഏതുകൊണ്ട് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിന് അനുഗ്രഹീതമായ ഒരു സഭാ ജീവിതത്തിനായി നാം ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടി രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കണം എന്ന് കാണാനായിട്ട് കഴിയും. അനുഗ്രഹീതമായ ഒരു സഭാ ജീവിതത്തിനായി നമുക്കറിയാം. ഇതിൻ്റെ 1-ാം വാക്യം മുതൽ ഏതാണ്ട് 11-ാം വാക്യം വരെ ഒരു സഭാ ജീവിതത്തിൻ്റെ ആവശ്യകത അതിലെ ഒരു കാര്യമാണ് ഇവിടെ ഊന്നി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ അതിൻ്റെ 5-ാം വാക്യം നമുക്കൊന്ന് പ്രാരംഭമായി വായിക്കാം. 2-ാം അധ്യായം 5-ാം വാക്യം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയരോട് പറയുകയാണ്, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന് ചില പ്രത്യേകമായ ഈ ഭാവം എന്നുള്ളതിന് മൈൻഡ് എന്നുള്ള ആശയമാണ് അർത്ഥമാണുള്ളത്. കർത്താവായ യേശുക്രിസ്തുവിന് ചില പ്രത്യേകമായ സ്വഭാവ രീതികൾ ഉള്ളതായി ധന്യനായ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവിനെ പോലെ നിസ്തുല്യമായ അനുഗ്രഹീതമായ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ പ്രകടിപ്പിച്ച വേറൊരു വ്യക്തിയെയും ഈ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ല എന്നുള്ളത് നാം നിശ്ചയമായും അറിയുന്ന വസ്തുതയാണ്. ആകട്ടെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകമായ സ്വഭാവം എന്താണ് എന്ന് അതിന് തൊട്ടുമുകളിൽ 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 4-ാം വാക്യം, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. ഓരോരുത്തൻ
സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. അതായിരുന്നു കർത്താവിലുള്ള പ്രത്യേകമായ സ്വഭാവം എന്ന് പറയുന്നത്. നാളെ നമ്മൾ കർത്താവിനെ ആരാധിക്കുവാനായി കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്, നമ്മുടെ കർത്താവ് സ്വന്തം ഗുണം നോക്കാതെ നമ്മുടെ ഗുണം നോക്കി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം രക്ഷിക്കപ്പെടുവാനിടയായിത്തീർന്നത്. കർത്താവ് സ്വന്തം ഗുണം നോക്കാതെ പിതാവിനോട് ഒരുമിച്ച് വസിച്ചിരുന്നെങ്കിൽ, ഈ ഭൂമിയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നമുക്കെങ്ങനെ രക്ഷ കിട്ടുമായിരുന്നു? മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം എങ്ങനെ ഉണ്ടാകുമായിരുന്നു? എന്നാൽ കർത്താവ് സ്വന്തം ഗുണം നോക്കാതെ നമ്മുടെ ഗുണം നോക്കി എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇവിടെ പക്ഷേ അത് വേറൊരു ആശയത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യം പറയുന്നത്. സ്വന്തം ഗുണം ഓരോരുത്തൻ സ്വന്തം ഗുണം നോക്കാതെ മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് സ്വന്തം ഗുണം നോക്കാതെ മറ്റുള്ളവരുടെ ഗുണം നോക്കിയപ്പോൾ കർത്താവ് എങ്ങനെയായിത്തീർന്നു, എന്തായിത്തീർന്നുവെന്ന് അതിൻ്റെ 6, 7, 8 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവിൻ്റെ താഴ്മയാണ്, കർത്താവിൻ്റെ അനുസരണമാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവൻ ഇവിടെ 6 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്ന, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിത്തീർന്നു. നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരവും കർത്താവിൻ്റെ താഴ്മയും കർത്താവിൻ്റെ ക്രൂശുമരണവും എല്ലാം ഇവിടെ വളരെയധികം സംക്ഷേപിച്ച് എഴുതിയിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇത് എന്നുള്ളത് നാം അറിയുന്നതാണ്. നമ്മുടെ കർത്താവിൻ്റെ ആ താഴ്മ നമ്മളിവിടെ കാണുകയാണ്. ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റി വിത്ത് ഗോഡ്, അത് മുറുകെ പിടിക്കാതെ കർത്താവ് താണു, മനുഷ്യനായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായിത്തീർന്നു. കർത്താവ് ഇവിടെ എത്രമാത്രം താണു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവൻ തന്നെത്താൻ എന്ന് പറഞ്ഞപ്പോൾ ആ വാക്ക് ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. അവൻ തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി, തന്നെത്താൻ അവൻ താഴ്ത്തി, അത് നമ്മൾ പിന്നെയും കാണുന്നുണ്ട്. അവൻ മരണത്തോളം എന്ന് പറഞ്ഞിട്ട് പൗലോസിന് ആ വാക്ക് തൃപ്തിയാകുന്നില്ല. ക്രൂശിലെ മരണത്തോളം തന്നെ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മരണമല്ല കർത്താവ് അനുഭവിച്ചത്. ക്രൂശിലെ മരണം, ഏറ്റവും വേദനാജനകമായ മരണം, ഏറ്റവും ശാപകരമായ മരണം, ഏറ്റവും അപമാനകരമായ മരണം. ആ മരണമാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ചത്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം കർത്താവ് അനുസരണമുള്ളവനായിത്തീർന്നു. യഹോവ സാക്ഷികളൊക്കെ പറയാറുള്ളത് കർത്താവിയുടെ അനുസരണമുള്ളവനായി തീർന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടത്ര അനുസരണമൊന്നും ഇല്ലായിരുന്നു, എന്നാൽ ക്രൂശിൽ മരിപ്പിച്ച് കർത്താവിന് അനുസരണം പഠിപ്പിച്ച് തികഞ്ഞവനാക്കി എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇവിടെ അനുസരണമുള്ളവനായി തീർന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ കാതലായ കാരണമെന്ന് പറയുന്നത് അനുസരണക്കേടായിരുന്നു. ഏദനിലായിരുന്നു സംഭവിച്ചത്. എന്നാൽ അവിടെ ഉണ്ടായ അനുസരണക്കേടുമുണ്ടായ ആ പാപത്തിന് യേശുക്രിസ്തു ഇവിടെ അനുസരണം കാണിക്കുകയാണ്. അന്ന് നഷ്ടപ്പെട്ട അനുസരണത്തിന് ഇവിടെ അനുസരണം മൂലം ആ പാപത്തിന് പരിഹാരം ഉണ്ടാക്കുകയാണ്. കർത്താവ് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് നമ്മൾ കാണുകയാണ്. വാസ്തവത്തിൽ എന്തിനാണ് ഇതിവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളൊരു കാര്യം. നമ്മുടെ കർത്താവിന് പ്രത്യേകമായൊരു സ്വഭാവമുണ്ടെന്നും ആ സ്വഭാവം എന്ന് പറയുന്നത് സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരുടെ ഗുണവും കൂടെ നോക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ അത് വേണം. കർത്താവ് ഇത്രമാത്രം താഴ്ച അനുഭവിച്ചു. ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇത്ര വിശദമായിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് ഒരു കാര്യം അവതരിപ്പിക്കാനാണ് പൗലോസ് ഇത്രയും കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നറിയാമോ? ഇവിടെ നാമും ഒരു അനുഗ്രഹീതമായ സഭാ ജീവിതത്തിനു വേണ്ടി താഴ്മയുള്ളവരായി തീരണം എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. അത്രയും പറയാനാണ് പൗലോസ് ഇത്രയും വിശാലമായ ഉദാഹരണങ്ങൾ പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത്. ഫിലിപ്പിയ സഭയെന്ന് പറയുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയാണ്. അവിടെ അധ്യക്ഷന്മാർ, ശുശ്രൂഷകന്മാർ, വിശുദ്ധന്മാർ, വചനം പഠിക്കുന്നവർ, അവരെ പൗലോസിനെ സാമ്പത്തികമായി സഹായിച്ചവർ, ഒരുപാട് ആത്മീക നന്മകൾ ഉള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് ഫിലിപ്പയിലുണ്ടായിരുന്നത്. ഫിലിപ്പ സഭ അങ്ങനെയുള്ള ഒരു നല്ല സഭയായിരുന്നു. അതുകൊണ്ട് അവരോട് പറയാനായിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ താഴ്മയെക്കുറിച്ച്
വളരെയധികം വിശദീകരിച്ചിട്ട് ഈ കാര്യം പൗലോസിനോട് പറയാണ്. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ ഫിലിപ്പിയർക്ക് പൗലോസ് കാരാഗൃഹത്തിലിരുന്ന് ലേഖനം എഴുതുമ്പോൾ 2 കാര്യങ്ങളായിരുന്നു പ്രധാനമായും ഉദ്ദേശിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഒന്ന്, അദ്ദേഹത്തിന് ലഭിച്ച ഭൗതിക നന്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുക. 2, അവരുടെ ഇടയിൽ ചില അനൈക്യത ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെതിരെ തൂലിക ചലിപ്പിക്കുക എന്നുള്ള 2 ആശയങ്ങളായിരുന്നു പ്രധാനമായും നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കർത്താവ് ഇത്രമാത്രം നമുക്ക് വേണ്ടി താണു. അങ്ങനെ കർത്താവ് ഒരു സഭയെ സമ്പാദിച്ചു, അല്ലേ? നാമും എന്ത് ചെയ്യണം? നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മെ തന്നെ താഴ്ത്തണം എന്നുള്ള ഒരു ധ്വനി ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ താഴ്മ ധരിച്ച് ഐക്യതയോടെ സഭാബന്ധത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള ആശയമാണ് ഇവിടെ പറയുന്നത്. ഇത് പൗലോസ് ഒരളവ് പറഞ്ഞാൽ അവരെ അങ്ങ് അവരുടെ കാല് പിടിച്ചു പറയുന്ന ഒരു ആശയത്തിലാണ് ഇത് പറയുന്നത്. 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, എൻകറേജ്മെൻറ്റ് ഇൻ ക്രൈസ്റ്റ്. അടുത്ത പറയുന്നത് സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, കംഫോർട്ട് ഫ്രം ലവ്. അടുത്ത പറയുന്നത് ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേഷൻ ഇൻ ദ സ്പിരിറ്റ്. അടുത്ത പറയുന്നത് വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, വല്ല എനി അഫക്ഷൻ, എനി സിമ്പതി, ഇത് നിങ്ങൾക്കുണ്ടെങ്കിൽ. ഈ ഉണ്ടെങ്കിൽ എന്നുള്ളത് കൊണ്ട് പലർക്കും അറിയാം, ഇത് മൂലഭാഷയിലൊക്കെ ആ ഉണ്ടെങ്കിൽ എന്നത് ഉണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ള അർത്ഥത്തിലല്ല, അതുള്ളതുകൊണ്ട് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഉള്ളതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയരോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾക്കിതെല്ലാം ഉണ്ട്, നിങ്ങളിതെല്ലാം മനസ്സിലാക്കിയവരാണ്, നിങ്ങൾക്കിതെല്ലാം ഉള്ളവരാണ്. എന്തൊക്കെ ഉള്ളവരാണ്? ക്രിസ്തുവിൻ്റെ പ്രബോധനം നിങ്ങൾക്കുള്ളവരാണ്, സ്നേഹത്തിൻ്റെ ആശ്വാസം നിങ്ങൾക്കുള്ളവരാണ്, ആത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങൾക്കുള്ളവരാണ്, ആർദ്രതയുള്ളവരാണ്, മനസ്സിലുള്ളവരാണ്. ഇതെല്ലാം നിങ്ങൾക്കുള്ളവരാണ്. അതുകൊണ്ട് പൗലോസ് ഈ കാര്യം പറയുമ്പോൾ വളരെ വേഗം അവർക്ക് മനസ്സിലാക്കാനായിട്ടും അംഗീകരിക്കാനായിട്ടും ബുദ്ധിമുട്ട് വരികയില്ല. നമുക്കറിയാം, സാധാരണ നമ്മൾ പറയാറുണ്ട്, ഉറക്കം നടിച്ചു കിടക്കുന്ന ഒരാളെ ഉണർത്താനായിട്ട് എളുപ്പമല്ല, എന്നാൽ ഉറങ്ങുന്നയാളിനെ ഉണർത്താനായിട്ട് എളുപ്പമാണ്. എന്നാൽ ഇവർ ആത്മീകരായതുകൊണ്ട്, ദൈവവചനത്തെ സ്നേഹിക്കുന്നവരായതുകൊണ്ട്, ദൈവത്തെ ഭയപ്പെടുന്നവരായതുകൊണ്ട് ഈ വാക്കുകൾക്ക് വേഗത്തിൽ അവർ പ്രതികരിക്കുമെന്ന് പൗലോസിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഇവർ ആത്മീകരായ ആളുകളായിരുന്നു. അതുകൊണ്ട് ഇതിനു മുമ്പിൽ അവർ തകരുമെന്നും അവർ മടങ്ങി വരുമെന്നും പൗലോസിന് നന്നായിട്ട് അറിയാമായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ നമ്മുടെ കർത്താവ് സഭയെ സമ്പാദിക്കാനായിട്ട് ഇത്രമാത്രം താണു. അതുപോലെ ദൈവമക്കളും അനുഗ്രഹീതമായൊരു സഭാജീവിതത്തിനായിട്ട് അവരെ തന്നെ സമർപ്പിക്കണം, താഴ്ത്തണം, ഐക്യതയോട് പോകാനായിട്ട് അത് വളരെ അത്യാവശ്യമാണ് എന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കും. 2-ാം വാക്യത്തിൻ്റെ അവസാനം നോക്കിയേ, ഇങ്ങനെ നിങ്ങൾ ഏകമനസ്സുള്ളവരായി, ഏകസ്നേഹം കൊണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ എന്ന് പറഞ്ഞാൽ കർത്താവിന് മനസ്സിനൊരു സന്തോഷം സഭ മുഖാന്തരം ഉണ്ടാകണം. കർത്താവിൻ്റെ മനസ്സിനൊരു സന്തോഷം ഫിലിപ്പിയ സഭ മുഖാന്തരം ഉണ്ടാകണം. കർത്താവ് ഇപ്പോൾ അല്പം വിഷമിച്ചിരിക്കുക എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും, അല്ലേ? ഇപ്പോൾ കർത്താവ് അല്പം വിഷമിച്ചിരിക്കുക. കർത്താവിൻ്റെ സന്തോഷം ഇപ്പോൾ പൂർണ്ണമല്ല. ഫിലിപ്പിയ സഭയെക്കുറിച്ച് വേണ്ടത്ര സന്തോഷം കർത്താവിനില്ല. കർത്താവ് പറയുക, നിങ്ങൾ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കണം, എൻ്റെ സന്തോഷം നിങ്ങൾ പൂർണ്ണമാക്കണം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യം നമുക്കറിയാം. അവിടെ വായിക്കുന്നത് എന്താ? പരിശുദ്ധാത്മാവിന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, നമുക്കറിയാം. ആ വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമാണ് ദുഃഖമെന്നുള്ളത് നമുക്കറിയാം. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിന് വേദനയുണ്ടാക്കുന്ന, പരിശുദ്ധാത്മാവിന് സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നാണ് അവിടെ കാണുന്നത്. ഇവിടെയും ഓരോ സാധാരണ പറയുന്നത്, കർത്താവ് ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഇവിടെ പൗലോസ് അത് പറയുമ്പോൾ തന്നെ കർത്താവിൻ്റെ വാക്കുകളായതുകൊണ്ടാണ് ഞാൻ കർത്താവിൻ്റെ സന്തോഷം എന്നുള്ള ആശയത്തിൽ പറഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സന്തോഷം നമ്മൾ പൂർണ്ണമാക്കേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അപ്പം ഈ സഭയിൽ അനൈക്യത ഉണ്ടായതിൻ്റെ 2 കാരണങ്ങൾ ഇവിടെ പൗലോസ്
പറയുന്നുണ്ട്. അനൈക്യത ഉണ്ടായതിൻ്റെ 2 കാരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? 3-ാം വാക്യം, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ ഓരോരുത്തൻ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊണ്ട് എന്ന് പറഞ്ഞ് 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ശാഠ്യം, മറ്റൊന്ന് ദുരഭിമാനം. ഈ ശാഠ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പിള്ളേരോടൊക്കെ പറയത്തില്ലേ, കുഞ്ഞെ ശാഠ്യം പിടിക്കാതെ എന്നൊക്കെ പറയത്തില്ലേ? പിള്ളേർക്ക് മാത്രമല്ല ശാഠ്യമുള്ളത്, ഈ പ്രായമുള്ളവർക്കും ശാഠ്യമുണ്ട്. വചനം നന്നായിട്ട് അറിയാവുന്നവർക്ക് ശാഠ്യമുണ്ട്. വചനം പ്രസംഗിക്കുന്നവർക്ക് ശാഠ്യമുണ്ടാകാം, വചനം പഠിപ്പിക്കുന്നവർക്ക് ശാഠ്യമുണ്ടാകാം, സൺഡേ സ്കൂൾ എടുക്കുന്നവർക്ക് ശാഠ്യമുണ്ടാകാം, പാട്ട് പാടുവാൻ ലീഡ് ചെയ്യുന്നവർക്ക്, പാട്ട് നേതൃത്വം കൊടുക്കുന്നവർക്ക്, ഇവർക്കൊക്കെ ശാഠ്യമുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റൊന്ന് ദുരഭിമാനമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് താണാൽ, ഞാൻ അങ്ങോട്ട് ചെന്നൊരു ക്ഷമ ചോദിച്ചാൽ, ഞാൻ അങ്ങോട്ട് ചെന്നൊന്ന് സംസാരിച്ചാൽ, അങ്ങോട്ട് ചെന്നൊരു കൈ കൊടുത്താൽ എൻ്റെ അഭിമാനത്തിന് പ്രശ്നം വരും. ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ ആരാണെന്ന് അറിയാമോ? ആരാ ഞാൻ? ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും അത്രേ ഉള്ളില്ലേ? ഞാനാ ചോദിക്കുന്നത്, ഞാൻ ആരാണ്? ഞാൻ അങ്ങോട്ട് ചെന്ന് താഴാനോ, അങ്ങോട്ട് ചെന്ന് വിനയപ്പെടാനോ, ആ സഹോദരൻ്റെ വീട്ടിൽ ഞാൻ അങ്ങോട്ട് പോകാനോ? ഞാനാരാ? ഞാൻ അത്ര ചെറുതാകാൻ എനിക്ക് കഴിയുമോ? എനിക്ക് കഴിയത്തില്ല. അതാണ് ദുരഭിമാനം എന്ന് പറയുന്നത്. അതിന് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരിക. റോമാലേഖനത്തിൽ അങ്ങനെ ആശയം കൂടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്താം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരിക എന്ന് പറഞ്ഞാൽ, ഞാൻ നിസ്സാരനായിരിക്കെ എൻ്റെ ചിന്ത ഞാൻ ആരോ ഒരു വലിയ ആളാണെന്നാണ്. പണ്ട് ഇങ്ങനെയൊരു ദൃഷ്ടാന്തം കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരനെ പെണ്ണ് കാണാനായിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് അവർ ഒരു ടീമായിട്ട് കടന്നുപോയി. അപ്പോൾ ഈ പയ്യന് പൊക്കം തീരെ കുറവായിരുന്നു. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇതുപോലെ വലിയ വാതിലാണ്. ഇത്രയും പൊക്കം കാണുമോ എന്നറിയില്ല, എന്നാലും നല്ല പൊക്കമുള്ള ആളുകൾക്കും നേരെ കയറി പോകാവുന്ന വാതിലാണ്. എന്നാൽ അവൻ അവിടെ വീട്ടിലൊക്കെ കയറിയപ്പോൾ ഇങ്ങനെ വളരെ കുനിഞ്ഞാണ് ആ വീട്ടിലേക്ക് കയറിയത്. എന്താണെന്നറിയാമോ? കാണുന്നവരൊക്കെ ഒരു കാര്യം വിചാരിക്കണം, എന്താ, എൻ്റെ തല കട്ടിളയിൽ ഇടിക്കാനായിട്ട് പാടില്ല, എനിക്ക് ഉയരം കൂടുതലുള്ളത് കൊണ്ട് ആ കട്ടിളയിൽ തലയിടിക്കാനായിട്ട് പാടില്ല, അതുകൊണ്ട് ഞാൻ ബോധപൂർവ്വം ഒന്ന് കുനിഞ്ഞു എന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് അദ്ദേഹം ചെയ്തത്. അത് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസഭയിലും ഇതേ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഒന്ന് ശാഠ്യം, മറ്റൊന്ന് ദുരഭിമാനം എന്നുള്ളതാണ്. അപ്പോഴാണ് താഴ്മയില്ലാതെ വരുന്നത്, അപ്പോഴാണ് ഐക്യത കുറഞ്ഞു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. ശാഠ്യവും ദുരഭിമാനവും എന്നുള്ളത് ഇവിടെ പ്രത്യേകം പറയുകയാണ്. ഐക്യത എന്ന് പറയുന്നത് വളരെയധികം സഭയ്ക്ക് അത്യാവശ്യമായൊരു കാര്യമാണ്. ആദിമ നൂറ്റാണ്ടിലെ സഭകൾ പെരുകുവാനായിട്ട് തുടങ്ങി. ആദിമ നൂറ്റാണ്ടിലെ സഭകൾ വളരെ അനുഗ്രഹത്തോടെ എല്ലാ നിലയിലും മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങി. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവർ ഒരുമനപ്പെട്ട് കൂടി വന്നു എന്നുള്ളതാണ്. ആ ഒരുമനപ്പെടുക, ആ യൂണിറ്റി, അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കർത്താവ് മധ്യസ്ഥ പ്രാർത്ഥന യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ കർത്താവ് തൻ്റെ ദൗത്യം നിറവേറ്റി സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, എന്ന് പറഞ്ഞാൽ ക്രൂശിങ്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനകളൊക്കെ നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, അവിടെയെല്ലാം കർത്താവ് പ്രാർത്ഥിക്കുന്നത് ഒരു ദൈവജനത്തിൻ്റെ ഒരു ഐക്യതയാണ്. അപ്പോൾ ഐക്യത എന്ന് പറയുന്നത് സഭയിൽ വളരെയധികം അത്യാവശ്യമായി ഉണ്ടാകേണ്ട കാര്യമാണ്. അപ്പോൾ ഐക്യതയുടെ കാരണമെന്ന് പറഞ്ഞാൽ ശാഠ്യവും ദുരഭിമാനവും. നമ്മൾ വിചാരിക്കും എന്തോ വലിയ കാര്യങ്ങളാണെന്ന് വിചാരിക്കും. വലിയ കാര്യങ്ങളെ അല്ല. ഏത് വിഷയം നമ്മൾ നോക്കിയാലും നിസ്സാരമായ കാര്യങ്ങളാണ്. അതെല്ലാം കൂടെ നമ്മൾ കാച്ചി കുറുക്കി കടഞ്ഞെടുത്ത് നമ്മൾ നോക്കിയാൽ ഒന്ന് ശാഠ്യം, അല്ലെ മറ്റേ ദുരഭിമാനം. ഇത് രണ്ടിലേതേലേ ഒന്നേ ഉള്ളൂ. ഞാനാണോ വലുത്, നീയാണോ വലിയത്? ഞാനാണോ സുന്ദരൻ, നീയാണോ സുന്ദരൻ? അതാണ് ഇവിടുത്തെ പ്രശ്നം. പ്രിയപ്പെട്ടവരെ, ആ ശാഠ്യവും ദുരഭിമാനവും മാറ്റിവെച്ചാൽ സഭ അനുഗ്രഹത്തോടെ ഐക്യതയോട് പോകുമെന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നത്. ഈ ഐക്യത കൊണ്ടുള്ള 2 പ്രയോജനങ്ങൾ ഞാൻ പറഞ്ഞ് തുടർന്ന് ഈ ആശയത്തിൽ തന്നെ നിന്ന് കുറെ കൂടി മുന്നോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഐക്യത കൊണ്ടുള്ള 2 പ്രയോജനങ്ങൾ. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യം. ജോൺസ് ചാപ്റ്റർ 13 വേഴ്സ് 35. ദേശത്ത് മാതൃക എന്നുള്ളതാണ്. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് ലോകം അറിയും, അല്ലേ? നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെന്ന്
ലോകമറിയും. അപ്പം ദേശത്ത് മാതൃക എന്ന് പറയുന്നത് അതിന് സ്നേഹം വളരെ അത്യാവശ്യമാണ്. മാതൃകയില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു സഭയുടെ വൈശിഷ്ട്യം എന്ന് പറയുന്നത്? ഒരു സഭയിൽ വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടായാലും അവിടെ സ്നേഹമില്ലെങ്കിൽ, വിശ്വാസികൾ തമ്മിൽ ഐക്യതയില്ലെങ്കിൽ അവിടെ എന്താണ് പിന്നെ ഉള്ളത്? ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഭൗതികമായ ബാഹ്യമായ കാര്യങ്ങളല്ല ഒരു സഭയെ ശ്രേഷ്ഠമാക്കി തീർക്കുന്നത്. ആ സഭയിലുള്ള ഐക്യത, ദൈവജനത്തിൻ്റെ ആത്മികമായ ബന്ധം, അതാണ് ഏറ്റവും പ്രത്യേകമായ ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ അത് ദേശത്തൊരു മാതൃകയാണ്. അയ്യോ, ഞങ്ങൾ ഈ സിറ്റി താമസിക്കുമ്പം എന്തോ ദേശത്ത് ഞങ്ങളെ അറിയുന്നില്ല, അയൽവാസികൾ പോലും ഞങ്ങളെ അറിയുന്നില്ല. ആ ദേശം മാത്രമല്ല, നമ്മുടെ അയൽ സഭകൾ തന്നെ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ അയൽ സഭകൾ തന്നെ, പ്രിയപ്പെട്ടവരെ, അയൽ സഭകളുടെ മധ്യത്തിലും നമ്മൾ മാതൃകയുള്ളവരായിരിക്കുക എന്ന് പറയുമ്പോൾ ആ ഐക്യത വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഐക്യത കൊണ്ടുള്ള പ്രയോജനങ്ങളിൽ ഒന്നാമത്തേതാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തേത് നമുക്ക് വളരെ പരിചിതമായ വാക്യങ്ങൾ തന്നെയാണ്. അത് 1 കൊരിന്ത്യർ 10-ാം അധ്യായം 17-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 17-ാം വാക്യം പരിചിതമായ വാക്യമായതുകൊണ്ട് പറഞ്ഞു പോകാം. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. അപ്പോൾ കർത്തൃമേശയിൽ പങ്കെടുക്കുന്നതിന് എന്ത് വേണം? ഐക്യത വേണം എന്നാണ് പറയുന്നത്. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. കർത്തൃമേശയിൽ പങ്കെടുക്കേണ്ടതിന് ഐക്യത വളരെയധികം അത്യാവശ്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരപ്പമാണ് ഉപയോഗിക്കുന്നത്, ഒരു പാനപാത്രമാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? ഈ ഒരപ്പം ഒന്ന് ആയിരിക്കുന്നത് പോലെ ദൈവമക്കൾ എല്ലാവരും ഹൃദയംഗമമായി ഒന്നാണ് എന്നുള്ളതാണ് അതിന് സൂചന എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും കർത്തൃമേശ എടുക്കുമ്പോൾ നമ്മൾ പൊതുവെ മൗനമായി സംസാരിക്കുന്ന, ദൈവസന്നിധിയിൽ പറയുന്ന, അല്ലെങ്കിൽ സഭയോട് വിളിച്ചു പറയുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. ഞാനും എൻ്റെ സഭയിലെ ഓരോ വിശ്വാസികളും തമ്മിൽ ഈ അപ്പം ഒന്നായിരിക്കുന്നത് പോലെ ഒന്നായിരിക്കുന്നു എന്നുള്ളതാണ്. കർത്താവിനോട് നമ്മൾ അതാണ് പറയുന്നത്. എൻ്റെ കർത്താവേ, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച, എന്നെ രക്ഷിച്ച ദൈവപുത്ര, ഈ അപ്പം ഒന്നായിരിക്കുന്ന പോലെ ഞങ്ങളെല്ലാവരും ഒന്നാണ്, ഒരു ഐക്യതയിലുള്ളവരാണ്, ഒരു സ്നേഹത്തിലുള്ളവരാണ്. അതുമാത്രമല്ല, നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലം സഭയിലെ നമ്മുടെ കൂട്ടുവിശ്വാസികളോട് നമ്മൾ പറയുന്നത്, അപ്പം ഒന്നായിരിക്കുന്ന പോലെ എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, എൻ്റെ ഹൃദയം നിന്നോട് പറ്റിയിരിക്കുകയാണ്, നമ്മൾ തമ്മിൽ ഐക്യത ഉള്ളവരാണ്. അതാണ് പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കർത്തൃമേശയിൽ പങ്കെടുക്കുന്നതിന് നിർബന്ധമായും ഐക്യത വളരെയധികം അത്യാവശ്യമായ കാര്യമാണ്. നമുക്കറിയാം, 1 കൊരിന്ത്യർ 11-ാം അധ്യായം 27-ാം വാക്യത്തിൽ അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എന്ന് പറയുന്നുണ്ട്. അയോഗ്യമായി ഈ അപ്പം, ഇവിടെ പറയുന്ന അയോഗ്യത എന്ന് പറയുന്നത് എന്താണ്? അവിടെ പറയുന്ന ഒറ്റ കാര്യമാണ്, തന്നെത്താൻ ശോധന ചെയ്യാതെ കർത്തൃമേശയിൽ പങ്കെടുക്കുന്ന ഒരു കാര്യത്തെയാണ് ഇവിടെ അയോഗ്യത എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഭാഗത്ത് എന്തെല്ലാം ന്യായങ്ങളുണ്ടെങ്കിലും അത് യോഗ്യത എന്ന് പറയാൻ പറ്റുകയില്ല. ദൈവവചനം എന്തു പറയുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ യോഗ്യതയുള്ളവനാണോ എന്ന് തീരുമാനിക്കേണ്ടത്. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. അല്ലെങ്കിൽ അയോഗ്യമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയം എൻ്റെ കൂട്ടു സഹോദരൻ്റെ ഹൃദയത്തോട് പറ്റിയിരിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആ സൈഡിലായിരിക്കുന്ന കൂട്ടു സഹോദരന് ഇങ്ങേ സൈഡിലായിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും ഒരപ്പത്തിൽ നിന്നാണ് പങ്കെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അതിന് പരിഹാരം വരുത്താതെ കർത്തൃമേശയിൽ പങ്കെടുത്താൽ ദൈവത്തിൻ്റെ വചനം, ഈ അനുഗ്രഹീതമായ പുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു, അയോഗ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യാഗവസ്തുവുമായി ഒരാൾ യാഗപീഠത്തിൻ്റെ അടുക്കിലേക്ക് വരിക. അപ്പോഴാണ് പെട്ടെന്നൊരു ചിന്ത മനസ്സിലുണ്ടായത്. എന്താ തോന്നിയത്? എൻ്റെ സഹോദരൻ എൻ്റെ നേരെ വല്ലതും ഉണ്ട്. നമ്മൾ സാധാരണ പറഞ്ഞത്, എനിക്ക് പുള്ളിയോട് ഒരു വിരോധവും, എനിക്ക് ആ സഹോദരനോട് ഒരു വിരോധവും ഇല്ല, അല്ലെ സഹോദരിയോട്. ഇവിടെ പറയുന്നത്, നിന്റെ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നീ ഇന്ന് യാഗം നടത്തിയിട്ട് പൊക്കോ, പിന്നെ എപ്പോഴേലും സൗകര്യം പോലും നിരന്നാൽ മതി എന്നാണ് പറയുന്നത്. യാഗവസ്തു അവിടെ വെക്കണം. നീ യാഗവസ്തുവും കൊണ്ട് പോകാൻ പ്രമാണമില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ തമ്മിൽ പ്രശ്നമാണ്, ഇനി കുറേ നാളത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നില്ല,
യാഗം കഴിക്കുന്ന അല്ലെങ്കിൽ കർത്തൃമേശ പങ്കെടുക്കുന്നില്ല, അങ്ങനെ വെക്കാനും പ്രമാണമില്ല. നീ യാഗവസ്തു അവിടെ വെച്ചിട്ട് മുമ്പേ പോയി സഹോദരനോട് നിരക്കണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയി സഹോദരനോട് നിരക്കണം. പിന്നെന്ത് ചെയ്യണം? പിന്നെ വന്ന് ഈ യാഗവസ്തു അധികം നേരം ഇവിടെ ഇരിക്കുന്നതല്ലേ, അല്ലേ? അത് ചീത്തയായി പോകുന്നതാണ്. മുമ്പേ പോയി സഹോദരനോട് നിരക്കണം, പിന്നെ വന്ന് യാഗമർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി നാം ഓർക്കേണ്ടുന്നൊരു വസ്തുത എന്ന് പറയുന്നത്, കർത്തൃമേശയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നിശ്ചയമായും നാം തന്നെത്താൻ ശോധന ചെയ്തിരിക്കണം. ഈ പ്രമാണമൊക്കെ ആരുടേതാ? കർത്താവിൻ്റെതാണ്. നമ്മൾ ഇതിനോട് ഒരു പ്രമാണവും കൂട്ടിച്ചേർക്കരുത്. വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതിനോട് ഒന്നും എന്താ കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് അനുവാദമില്ല. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ. ഈ പുസ്തകം എന്തു പറയുന്നു അതാണ് പറയുന്നത്. അതാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇത് ആണയുടെ വചനമെന്നാണ് പറയുന്നത്. ആണയുടെ വചനം എബ്രായ ലേഖനത്തിൽ റെഫറൻസ് കൃത്യം ഓർക്കുന്നില്ല, പലർക്കും അതറിയാവുന്ന വാക്യമാണ്. ഇത് ആണയുടെ വചനം. ഈ ആണയുടെ വചനം എന്ന് പറഞ്ഞാൽ വേർഡ് ഓഫ് ഓത്ത്. നമ്മൾ ഈ കല്യാണമൊക്കെ നടത്തുമ്പോൾ പ്രതിജ്ഞ പറഞ്ഞു കൊടുക്കാൻ, ഉടമ്പടി പറഞ്ഞു കൊടുക്കുമല്ലോ, അല്ലേ? അപ്പം ഇന്ന് ഉടമ്പടി അന്യോന്യം ചെയ്തിട്ട് നാളെ ആ ഉടമ്പടി ലംഘിക്കാനായിട്ട് പ്രമാണമുണ്ടോ? ഇല്ല. ഇത് ഉടമ്പടിയുടെ പ്രമാണമാണ് എന്ന് പറഞ്ഞാൽ ഇതങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പാടില്ല, ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്, ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യണം. വേർഡ് ഓഫ് ഓത്ത്. ഇത് ആണയുടെ വചനമാണ്. ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന വചനത്തോട് ആരും ഒരല്പം പോലും കൂട്ടാനായിട്ട് പ്രമാണമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് വളരെ വ്യക്തമായിട്ട് പറയുന്നു. കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോൾ അയോഗ്യമായി പങ്കെടുക്കാൻ നമുക്ക് ആർക്കും അനുവാദമില്ല. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു വാക്ക് ഞാനത് പലപ്പോഴും ഓർക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ കളികളൊക്കെ നടക്കുമ്പോൾ കോർട്ടിൻ്റെ കരയിൽ റഫറി നിൽക്കും ഇല്ലേ? റഫറി ഇങ്ങനെ കളി നന്നായിട്ട് നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. ഈ കളിയിൽ എന്തെങ്കിലും ഒരു ഫൗള് സംഭവിച്ചാൽ റഫറി എന്ത് ചെയ്യും? വിസിൽ നീട്ടി ഊതുമില്ലേ? വിസിൽ ഊതിയിട്ട് ഗോൾ അടിച്ച് ആ കോർട്ടിലിട്ട പോയിന്റ് കിട്ടുമോ? പോയിന്റ് കിട്ടത്തില്ല, ഫൗളായിപ്പോയി. പോയിന്റ് ഗോൾ അടിച്ചിട്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷെ പോയിന്റ് കിട്ടത്തില്ല, കളി ഫൗളായിപ്പോയി. ആ ദൈവദാസൻ പറഞ്ഞത്, ഇന്ന് അനേകരുടെ ആരാധനയ്ക്ക് നേരെ സ്വർഗത്തിൽ ദൈവം വിസിലടിച്ചിരിക്കുകയാണ്. നിർത്ത്, നിന്റെ ആരാധന ഇവിടെ നിർത്ത്, നിന്റെ ശുശ്രൂഷ ഇവിടെ നിർത്ത്. നിന്നോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, നീ ചില കാര്യങ്ങൾ തിരുത്താനായിട്ടുണ്ട്, ചില കാര്യങ്ങൾ ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആർക്ക് വിസിലടി കേൾക്കാൻ നേരമുണ്ട്? ആരതിന് തയ്യാറാകും? അതാണ് ഇന്നത്തെ വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഈ കാലിക പ്രാധാന്യമുള്ള വിഷയം എന്ന് പറയുന്നത് അതാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിസിലടി കേൾക്കാൻ ആർക്കാണ് നേരമുള്ളത്? കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അയോഗ്യമായി ആരും കർത്തൃമേശയിൽ പങ്കെടുക്കരുത്. ഇത് അരുളി ചെയ്ത, നമുക്ക് ഏൽപ്പിച്ചു തന്ന ദൈവപുത്രൻ ഇതിനൊരു നിബന്ധന പറഞ്ഞിട്ടുണ്ട്. ആ നിബന്ധനയിലല്ലാതെ ആരൊക്കെ കർത്തൃമേശ എടുത്താലും അത് അയോഗ്യമായിട്ടാണ് എടുക്കുന്നത്. അയോഗ്യമായിട്ടാണെങ്കിൽ അയോഗ്യത, അതിനിപ്പം അത്രയല്ല പ്രശ്നം. താഴോട്ട് വായിക്കുമ്പോൾ എന്താ വായിക്കുന്നത്? ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും. ശിക്ഷാവിധി തിന്നുകയും എന്ന് പറഞ്ഞാൽ അയോഗ്യമായി അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്താൽ അപ്പവും വീഞ്ഞും അല്ല കഴിക്കുന്നത്, ശിക്ഷാവിധിയാണ് എന്നവിടെ കൃത്യമായിട്ട് പറയൂ. എന്തൊരു ഭയങ്കരമായ വചനമാണ് ഇല്ലേ? നമ്മളിത് കുഞ്ഞുകളിയായിട്ട് എടുക്കാൻ പാടില്ല, നിസ്സാരമായിട്ട് എടുക്കാൻ പാടില്ല. ഇത് അത്ര ഗൗരവമുള്ള വിഷയമാണ് പ്രിയപ്പെട്ടവരെ. അയോഗ്യമായ ഒരൊറ്റ വ്യക്തി പോലും തിരുവത്താഴത്തിൽ പങ്കെടുക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, സഭയിൽ ഐക്യത ഉണ്ടാകണം. അതിന് ഓരോ വിശ്വാസികളും അന്യോന്യം കൂട്ടുവിശ്വാസികളുടെ മുമ്പിൽ താഴ്മയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. ഇതോടനുബന്ധിച്ച് വേറൊരു വേദഭാഗം നമുക്ക് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് വരാം. പരിചിതമായ വാക്യങ്ങൾ തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം, അതിൻ്റെ 21-ാം വാക്യം പത്രോസ് കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. മാത്യു ചാപ്റ്റർ 18 വേഴ്സ് 21. ഇവിടെ പത്രോസ് കർത്താവിനോട് ചോദിക്കുകയാണ്, സഹോദരൻ എന്നോട് പിഴച്ചാൽ ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം മതിയോ? കർത്താവ് എന്നാ പറഞ്ഞത്, 7 വട്ടമല്ല
770 എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അതിന് കണക്ക് കൂട്ടാറുണ്ട്. 7 × 70 490. അത്രയല്ല, 770 എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഇടയിലെ ഒരു ഭാഷാശൈലിയാണ്. എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡാണ്. എന്ന് പറഞ്ഞാൽ പരിധിയില്ലാത്ത ക്ഷമ, എണ്ണമില്ലാത്ത ക്ഷമ. പ്രിയപ്പെട്ടവരെ, അയ്യോ അങ്ങനെയൊക്കെ ക്ഷമിക്കാൻ പറ്റുമോ? ക്ഷമിക്കാൻ പറ്റും. അങ്ങനെ ഒരു മനസ്സാ ദൈവം നമുക്ക് തന്നേക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ദൈവം നമ്മളെ കൂട്ടുവന്നിരിക്കുന്നത്. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുക എന്നുള്ളതിന് പരിധിയില്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. 10,000 താലന്ത്, 100 വെള്ളിക്കാശ്, ആ ചരിത്രമൊക്കെ ഇവിടെ താഴെ പറയുന്നുണ്ട്. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യം അതിന് 35-ാം വാക്യമാണ്. 35-ാം വാക്യം വേഴ്സ് 35. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ വാക്യത്തിനു മുമ്പ് നമ്മൾ എന്ത് മറുപടി പറയും? നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ, ക്ഷമിച്ചില്ലെങ്കിൽ ക്ഷമിച്ചില്ല, ഞാൻ വലിയവനാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി, അതിൽ കൂടുതലല്ല ഇവിടെ പറയുന്നത്. എന്താ? സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ദൈവം നമ്മളോട് ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കെന്താ? നിസ്സാരന്മാരായ വെറും ശൂന്യരായ നമ്മോട് കർത്താവ് അനുദിന ജീവിതത്തിൽ ക്ഷമിച്ചില്ലെങ്കിൽ നമ്മൾക്കെന്താ? നമ്മൾ നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? പ്രിയപ്പെട്ടവരെ, അതിൻ്റെ നാം ഇവിടെ വായിക്കുന്നത്, കർത്താവ് നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ നാമും മറ്റുള്ളവരോട് ക്ഷമിക്കണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഈ വേദഭാഗം ഞാൻ അതിൻ്റെ 30-ാം വാക്യത്തിൽ 31-ാം വാക്യം നമുക്ക് നോക്കാം. സഭയിൽ ഭിന്നതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനൈക്യതയുണ്ടെങ്കിൽ മറ്റു വിശ്വാസികളുടെ ഉത്തരവാദിത്വം എന്താണെന്നുള്ളതിന് 1-2 കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 31-ാം വാക്യം ഇവിടെ നോക്കിയേ. അവൻ്റെ കൂട്ടുദാസന്മാർ ഇത് കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ഇപ്പം സഭയിൽ 2 വിശ്വാസികൾ തമ്മിൽ അനൈക്യത ഉണ്ടെങ്കിൽ കൂട്ടുവിശ്വാസിയുടെ ഉത്തരവാദിത്വം എന്താ? ദുഃഖിക്കുക എന്നുള്ളതാണ്. ചിലർക്കാണെങ്കിൽ വലിയ സന്തോഷമല്ലേ, അവർ തമ്മിൽ അങ്ങോട്ട് ഗുസ്തി ഇടട്ടെ. എന്നാൽ ഒരു ആത്മീയൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ദുഃഖമുണ്ടാവുക എന്നുള്ളതാണ്. അടുത്തെന്താ വായിക്കുന്നത്? ചെന്ന് സംഭവിച്ചത് ഒക്കെയും കണ്ടിട്ട് യജമാനനെ ബോധിപ്പിച്ചു. ദൈവത്തോട് പറയുക, പ്രാർത്ഥിക്കുക, കർത്താവേ ഇതിനൊരു പരിഹാരം തരണം, ഇതിന് ഒരു വിടുതൽ അവിടുന്ന് തരണം. കർത്താവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നു. അതിൻ്റെ 33-ാം വാക്യത്തിൽ ഈ ക്ഷമിക്കുന്നില്ല എന്നുള്ള ആളുകൾ അവരുടെ ചിന്താഗതി എന്താണ്, അവരെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണ്. 33-ാം വാക്യം നോക്കിയേ. എനിക്കും നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും നിന്റെ കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ? എന്ന് പറഞ്ഞാൽ ഈ വാക്യത്തിൽ കാണാൻ കഴിയുന്നത്, എനിക്ക് കരുണ കിട്ടി എന്നുള്ള ബോധ്യം ഈ ക്ഷമിക്കാത്ത മനുഷ്യന് ഇല്ലാതായിപ്പോയി. എനിക്കും കരുണ കിട്ടിയത്, അതുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എനിക്കും കരുണ കിട്ടിയ അപ്പം ഈ 100 വെള്ളിക്കാശ് കടംപെട്ട ഈ മനുഷ്യനെ കണ്ടപ്പോൾ മറ്റവൻ 10,000 താലന്ത് ക്ഷമിച്ച് കിട്ടിയ മനുഷ്യൻ എനിക്ക് എൻ്റെ യജമാനൻ ക്ഷമിച്ചു തന്നു എന്നുള്ള കാര്യമേ മറന്നുപോയി. ഇന്നും അനേക വിശ്വാസികൾ എങ്ങനെയാണ്? ഞാനിവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം, ഞാൻ ഈ ഭൂമുഖത്ത് നിന്ന് ഇരിക്കുന്നതിൻ്റെ കാരണം, ഞാൻ ഇന്ന് ശുശ്രൂഷയിലായിരിക്കുന്നതിൻ്റെ കാരണം, ദൈവസന്നിധിയിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം എൻ്റെ കർത്താവ് എന്നോട് ക്ഷമിച്ചതുകൊണ്ടാണ്. ആ ബോധ്യം നമുക്കുണ്ടാകണം. ഈ ക്ഷമിക്കാത്ത സഹോദരന് ആ ബോധ്യമില്ലായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാരണം നമ്മളിവിടെ കാണുന്നത്, കരുണ തോന്നിയതുപോലെ നിനക്ക് നിൻ്റെ കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ? രണ്ടാമത്തെ കാരണം, ഇദ്ദേഹം എൻ്റെ കൂട്ടുദാസനാണ്, എൻ്റെ കൂട്ടു സഹോദരനാണ്, ആ ഒരു ചിന്തയില്ലാതെയായി. എൻ്റെ കൂട്ടു സഹോദരനാണ് അദ്ദേഹം എന്ന ചിന്തയില്ലാതായി. മൂന്നാമത്തെ കാര്യം ഇവിടെ പറയുന്നത്, കരുണയില്ലാതെയായി. അപ്പോൾ ആരൊക്കെ ക്ഷമിക്കാതിരിക്കുന്നുവോ അവർക്ക് കരുണ കുറഞ്ഞു പോയി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നമ്മുടെ കർത്താവ് തിരുവായി മൊഴി അരുളി ചെയ്ത അനുഗ്രഹീതമായ കാര്യങ്ങളാണ് നാം ഇവിടെ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സഭയിൽ ഐക്യതയോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അവരെ ഓർപ്പിക്കുന്നത്. നമുക്കറിയാം, കൊരിന്ത് സഭയിലും ഒരു അനൈക്യതയുടെ വേര് മുളച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? കൊരിന്ത് സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭയായിരുന്നു.
വളരെ ശ്രേഷ്ഠമേറിയ ഒരു സഭയായിരുന്നു. പക്ഷെ അവിടെ ഈ അനൈക്യത, ഒരു ഗ്രൂപ്പിസം ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ കൊരിന്ത് സഭ എത്ര നല്ല സഭയായിരുന്നു എന്നറിയാമോ? നമ്മളിപ്പം തിരുവഴുത്തിലെ ഏറ്റവും സാക്ഷ്യം കുറഞ്ഞ സഭ ഏതാന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും കൊരിന്ത് സഭയാന്ന് പറയും, അല്ലേ? പക്ഷെ അങ്ങനൊന്നും പറയാനൊരു ആവശ്യവും ഇല്ലാത്ത സഭയായിരുന്നു ഈ കൊരിന്ത് സഭ. വളരെ നല്ല സഭയായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നോക്കിയേ, അതിന് 1 കൊരിന്ത്യർ 1-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ ആ സഭയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. 1 Corinthians chapter 1 verse 4 onwards. അവിടെ നമ്മൾ കാണുന്നത്, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം എന്ന് പറഞ്ഞാൽ വളരെ കൃപ ലഭിച്ച ആളുകൾ ഉള്ള സഭയായിരുന്നു, കൃപാവരങ്ങളുള്ള ആളുകൾ ഉള്ള സഭയായിരുന്നു ഈ കൊരിന്ത് സഭ. മാത്രമല്ല അതിൻ്റെ 5-ാം വാക്യം, ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സാക്ഷ്യം അവരിൽ ഉണ്ടായിരുന്നു, കർത്താവിൻ്റെ സാക്ഷികളായി അവർ ജീവിച്ചു. 3 അടുത്ത് നമ്മൾ കാണുന്നത്, അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. നല്ല വചനപരിജ്ഞാനമുള്ള ആളുകളായിരുന്നു, നല്ല പക്വതയുള്ള ആളുകളായിരുന്നു, ആത്മീക പക്വത പ്രാപിച്ച ആളുകളായിരുന്നു. അടുത്ത നോക്കി 7-ാം വാക്യം, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. നോക്കണേ, ഒരു കൃപാവരത്തിലും അവിടെ കുറവില്ലാത്തത്. ഏത് ശുശ്രൂഷയ്ക്ക് അവിടെ ആളുകളുണ്ടായിരുന്നു. അത്ര നല്ല സഭയായിരുന്നു കൊരിന്ത് സഭ എന്ന് പറയുന്നത്. അടുത്തത് അതിനേക്കാൾ ശ്രേഷ്ഠമേറിയ കാര്യമാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരുന്നു. എൻ്റെ കർത്താവേ, അവിടുന്ന് എന്നാണ് വരുന്നത്? ഞങ്ങളെ എന്നാണ് അവിടുന്ന് ചേർക്കുന്നത്? ആമേൻ, കർത്താവായ യേശു വരേണമേ. വലിയ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി ദൈവപുത്രന്റെ മടങ്ങി വരവിന് വേണ്ടി കാതോർത്തിരുന്ന സഭയായിരുന്നു ഈ കൊരിന്ത് സഭ. എന്നാൽ ഈ സഭ എന്തുകൊണ്ടാണ് ഇത്രമാത്രം പരാജയത്തിലേക്ക് പോയത്? ഈ 1 കൊരിന്ത്യർ നമ്മൾ വായിച്ചാൽ, അല്ലെങ്കിൽ ഈ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം നമ്മൾ വായിച്ചാൽ, 1 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ വായിച്ചാൽ, ഓരോ അധ്യായത്തിലും എന്താണെന്ന് അറിയാമോ? എന്തെങ്കിലുമൊക്കെ ന്യൂനതകളാണ് അവരെക്കുറിച്ച് പറഞ്ഞത്. അവരുടെ ഇടയിലുള്ള ന്യൂനതകളാണ് പറയുന്നത്. എങ്ങനെ ന്യൂനതകളൊക്കെ ഉണ്ടായി, എങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി? അതിൻ്റെ റൂട്ട് കോസ്, അതിന് മൂലകാരണം എന്ന് പറയുന്നത് അനൈക്യതയാണ്, ഗ്രൂപ്പിസമാണ്, ഭിന്നതയുണ്ടായി എന്നുള്ളതാണ്. അയ്യോ, സഭയിൽ ഭിന്നതയുണ്ടായെന്ന് പറഞ്ഞാൽ ഇത്ര വലിയ പ്രശ്നമാണോ? കൊരിന്ത്യരുടെ പാഠം നമ്മളെ അതാ പഠിപ്പിക്കുന്നത്. കൊരിന്ത്യരുടെ പാഠം അതാണ് പഠിപ്പിക്കുന്നത്. സഭയിൽ ഭിന്നതയുണ്ടായാൽ എത്ര കൊടും പാപങ്ങളാണ് കൊരിന്ത് സഭയിൽ ഉണ്ടായത്, ഇല്ലേ? എത്രയോ മാരകമായ പാപങ്ങളാണ് കൊരിന്ത് സഭയിൽ ഉണ്ടായത്. അയ്യോ, ഇതിൻ്റെ എല്ലാം കാരണം എന്താണ്? ചില സഹോദരന്മാർ തമ്മിൽ ഭിന്നതയുണ്ടായി, പക്ഷപാതമുണ്ടായി. അതാണ് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവജനത്തിന് മധ്യത്തിൽ അനൈക്യത കുറഞ്ഞു പോയാൽ അവിടെ ആ സഭയ്ക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ജാഗ്രത പാലിക്കുവാൻ ഓരോ വിശ്വാസികൾക്ക് കടപ്പാടുണ്ട് എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. സഭ കർത്താവിൻ്റെതാണ്, നമ്മുടേതാരുടേതുമല്ല. കർത്താവിൻ്റെ സമ്പാദ്യമാണ് സഭ. കർത്താവ് ഒരു ദേശത്തെ സ്ഥാപിച്ച വിളക്കാണ് ഒരു സഭ. കർത്താവിൻ്റെ നിലവിളക്കാണ് ഒരു പ്രാദേശിക സഭ എന്ന് പറയുന്നത്. ആ സഭ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളതല്ലാതെ നമുക്ക് യാതൊരു ചിന്തയും വരാനായിട്ട് പാടില്ല. അതിന് ഞാൻ എത്രമാത്രം എന്നെ തന്നെ വിധേയപ്പെടുത്താമോ, ഞാൻ എത്രമാത്രം എന്നെ തന്നെ താഴ്ത്താമോ, ദൈവപുത്ര ഞാൻ അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ ഓരോ വിശ്വാസികൾക്കും കഴിയേണ്ടതായിട്ടുണ്ട്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ കൊരിന്ത്യയിലെ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഈ ഭിന്നതയുണ്ടായ കാര്യത്തെക്കുറിച്ച് പറയുന്നത് നോക്കി, അതിൻ്റെ 13-ാം വാക്യം വേഴ്സ് 13, അവിടെ പൗലോസ് ചോദിക്കുകയാണ്, ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 2 ആളുകൾ തമ്മിൽ ഭിന്നതയാണ്. അപ്പോൾ പൗലോസ് ചോദിക്കുക, ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇവിടെ ഡോക്ടർ വൈ സമീർ സാറ് ഞങ്ങളെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ ആ ഭാഗത്തേക്ക് പറഞ്ഞു, ക്രിസ്തുവിൻ്റെ ശരീരത്തോടുള്ള അവഹേളനയാണതെന്ന് പറഞ്ഞു. ക്രിസ്തുവിൻ്റെ ശരീരത്തോടുള്ള അവഹേളനയാണ് ഞാനും എൻ്റെ കൂട്ടു സഹോദരനും തമ്മിൽ ഭിന്നതയിലിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരത്തോടുള്ള അവഹേളനയാണ്. മറ്റൊന്ന് അവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ. അടുത്തത് ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുള്ള അവഹേളനയാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എന്ന് പറഞ്ഞാൽ അയ്യോ, എന്തോ ഒരു ശ്രേഷ്ഠമേറിയ കാര്യമാണല്ലേ. അപ്പം ക്രൂശ് മൂലമുണ്ടായ സഭ, ആ സഭയിൽ ഞാൻ ഭിന്നത ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുള്ള വെല്ലുവിളിയാണ് നമ്മൾ നടത്തുന്നത്. അടുത്ത് നോക്കിയേ
അല്ല, പൗലോസിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റ സ്നാനത്തോടുള്ള വെല്ലുവിളിയാ. ഞാൻ ഏറ്റ സ്നാനത്തോടുള്ള ഞാൻ എന്തിനാ സ്നാനമേറ്റത്? ഞാൻ പഴയ മനുഷ്യനെ കുഴിച്ചിടുന്നു, പുതിയ മനുഷ്യനായി എഴുന്നേറ്റ് വരുന്നു. അതെല്ലാം ശരിയാണ്. കർത്താവിൻ്റെ മരണത്തോടും അടക്കപ്പെടലിനോടും പുനരുത്ഥാനത്തോടും ഞാൻ ഏകീഭവിക്കുന്നു. അപ്പോൾ തന്നെ ഞാനൊരു നല്ല സഭാബന്ധത്തിനായിട്ടാണ് സ്നാനപ്പെടുന്നത്. സഭാബന്ധത്തിനായിട്ടാണ് സ്നാനപ്പെടുന്നത്. സ്നാനപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനോട് കാര്യം പറഞ്ഞു. എൻ്റെ പഴയ മനുഷ്യനെ ഞാൻ ഉരിഞ്ഞു കളയുകയാണ്. എൻ്റെ പഴയ മനുഷ്യ, എനിക്ക് നിന്നോട് യാതൊരു സ്നേഹവും വേണ്ട, ഒരു ചങ്ങാത്തവും വേണ്ട. നിന്നെയും കൂടി ഞാൻ പൊറുതിമുട്ടി ഞാൻ ഈ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുകയാണ്. കോപം, ക്രോധം, ഈർഷ്യ, പിണക്കം, ജാരസംഘ, അസൂയ, അയ്യോ ദ്വന്ദ്വപക്ഷം, ഈ മനുഷ്യനെ എല്ലാം ഞാൻ ഉരിഞ്ഞു കളയുകയാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയത്. ഞാൻ ഭിന്നത ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഏറ്റ സ്നാനത്തെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാനൊന്ന് ചുമ്മാ തന്നെ സ്നാനപ്പെടുത്താൻ വേണ്ടി സഭയിൽ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞതാ. സ്നാനപ്പെടണ്ട, ഇല്ലേ കല്യാണം കഴിക്കാൻ പറ്റുമോ? എനിക്ക് ഹയർ സ്റ്റഡിക്ക് പോകണം. അപ്പം ഇപ്പോഴേ സ്നാനപ്പെട്ടിട്ട് പോയില്ലേ പിന്നെ അത് അവിടെ ചെന്ന് യോഗത്തിന് പോകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറൊരു ചോദ്യമാണ്. വരുമ്പോഴേലും സാക്ഷ്യം പറയാമല്ലോ. ഞാൻ ഒരാഴ്ചയെങ്കിലും അവിടെ പോയെങ്കിൽ പറയാമല്ലോ, ഞാൻ ഇന്നിടത്ത് ഓസ്ട്രേലിയയിൽ പോയി, ഇന്ന സഭയിൽ പോയി എന്നൊക്കെ പറയാമല്ലോ. പ്രിയപ്പെട്ടവരെ, അതിന് ഞാനൊരു ഭംഗിക്ക് പറഞ്ഞതാ. എൻ്റെ പഴയ മനുഷ്യനെ ഞാൻ ഉരിഞ്ഞു കളയാൻ താല്പര്യപ്പെടുകയാണ്. അയ്യോ, അപകടമാണ്, അപകടമാണ്. അത് വലിയ ദുരന്തമാണ് വരുത്തി വെക്കുന്നത്. നമ്മളേറ്റ സ്നാനത്തോടുള്ള വെല്ലുവിളിയാണ് സ്നാനമേറ്റ ഒരാൾ സഭയിൽ ഭിന്നത വരുത്തുക എന്ന് പറയും. ഓ, എന്തുവാ ഇതില്ലേ? അപ്പൊ സഭയിൽ ഭിന്നത എന്ന് പറയുന്നത് ഈസിയായിട്ട് കാണുക എന്ന് പറയുന്നത് എത്ര 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 ചിന്തനീയമായ കാര്യമായി നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇടർച്ച ഉണ്ടാകാതിരിക്കുന്നത് എന്തുവാ? അസാധ്യം. ഇല്ലേ? ഇടർച്ച ഉണ്ടാകാതിരിക്കുന്നത് അസാധ്യം. ഇടർച്ച ഉണ്ടാകും. ചിലപ്പം ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ ഒരു കുടുംബത്തിൽ തന്നെ 4 അഭിപ്രായങ്ങളായിരിക്കും. സഭയിൽ പല ഇടർച്ച ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. പക്ഷേ അടുത്ത എന്താ പറയുന്നത്? ഇടർച്ച ഉണ്ടാക്കുന്നവൻ എന്താന്നാ പറയുന്നത്? അയ്യോ കഷ്ടം. ഇടർച്ച ഉണ്ടാകും, പക്ഷെ ഞാൻ മൂലമായി ഇടർച്ച ഉണ്ടായാൽ എൻ്റെ കാര്യമാണ് കഷ്ടം, ബാക്കിയുള്ളവരുടെ കാര്യമല്ല. ഞാൻ മൂലമായി ഇടർച്ച ഉണ്ടായാൽ എൻ്റെ കാര്യം അയ്യോ കഷ്ടം. എന്നെ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? വലിയൊരു തിരിയിൽ എവിടെ കെട്ടണമെന്നാണ് പറയുന്നത്? കഴുത്തിൽ കെട്ടിയിട്ട് സമുദ്രത്തിൻ്റെ എന്തോരു കർത്താവ് പറഞ്ഞ വാക്കൊക്കെ എന്തോ ഒരു അർത്ഥവത്താ. എന്ന് പറഞ്ഞാൽ ചെറിയ കല്ല് കെട്ടിയാൽ ചിലപ്പോൾ പൊങ്ങിപ്പോരാനായിട്ട്, അതുകൊണ്ട് വലിയ തിരികല്ല് കെട്ടണം, മുങ്ങിപ്പോരുത്. എവിടെ കെട്ടണം? കഴുത്തിൽ കെട്ടണം. കയ്യിലോ കാലിലോ ഒക്കെ ആണെങ്കിൽ എങ്ങനെയും രക്ഷപ്പെടാം. എവിടെ കൊണ്ടുവിടണം? കരയ്ക്ക് കൊണ്ടുവിടണമെന്നാണ് പറഞ്ഞത്. സമുദ്രത്തിൻ്റെ എത്രയും ആഴമുണ്ടോ അത്രയും ഉള്ള ആഴത്തിൽ കൊണ്ടിടണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഇവൻ ഇനി കയറി വന്ന് ഈ സഭയിൽ ഇനി പ്രശ്നം ഉണ്ടാക്കാൻ ഇടയാകരുത്. ആ സഭയെ പ്രശ്നം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കർത്താവിൻ്റെ അഭിപ്രായം എന്താ? ഞാനിതിനെ ലാഘവത്തോട് കാണുകയാണെങ്കിൽ കർത്താവിൻ്റെ അഭിപ്രായം എന്താ ഇവിടെ? കർത്താവ് ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? കർത്താവിന് സഭയല്ല ഇത്, കർത്താവല്ല ഇതിന് പ്രമാണം തന്നിരിക്കുന്നത്. കർത്താവിൻ്റെ ആഗ്രഹമല്ലേ ഞാൻ നിറവേറ്റേണ്ടത്? അത് എന്നിലൂടെ നിറവേറ്റുന്നില്ലെങ്കിൽ എൻ്റെ കാര്യം എന്തോ ദുരന്തമാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് സഭ എന്ന വാക്ക് 2 പ്രാവശ്യമാണ് പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത്, അല്ലേ? സഭ എന്ന വാക്ക് നമ്മുടെ കർത്താവ് 2 പ്രാവശ്യമാണ് തിരുവെഴുത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്നാമത് നമുക്കറിയാം, മത്തായി 16:18 ഞാൻ എൻ്റെ സഭയെ പണി. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മത്തായി തന്നെ 18:17 എന്താ? അവൻ സഭയെയും കൂട്ടാക്കാൻ ഞാൻ. അപ്പൊ സഭയെ പണിയുമെന്ന് കർത്താവ് പറഞ്ഞു. സഭയുടെ പണി മുന്നോട്ട് വരുമ്പോൾ സഭയിൽ അനൈക്യത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് മാനദണ്ഡങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ഞാനത് പറഞ്ഞ് സമയമെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആ മാനദണ്ഡങ്ങളൊക്കെ, അതിന് പരിഹാര മാർഗങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒടുവിലത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സഭയെ അറിയിക്കാന്ന്. സഭയെയും കൂട്ടാക്കാൻ ഞാൻ. സഭയെയും എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? പുറത്താ. കാരണം എന്താ കർത്താവ് ഇങ്ങനെ പറയുന്നതിൻ്റെ കാര്യം? ഒരു പ്രകാരത്തിലും അനൈക്യത സഭയിൽ ഉണ്ടാകാൻ പാടില്ല. അത് 100% പറഞ്ഞാൽ അതിൻ്റെ ഒരു ആ 99 ഒരു ചെറിയ ഡിഗ്രി പോലും അതിൻ്റെ അകത്ത് ഒരു സ്ഥാനമില്ല.
അനൈക്യത ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാകാൻ പറ്റത്തില്ല. സഭയിൽ അത് പാടില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇത്രമാത്രം ഗൗരവമായി പറയുന്ന കാര്യങ്ങൾ നമ്മളതിന് എത്രമാത്രം ഗൗരവം കൊടുക്കേണ്ടതാണ് എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അല്ലേ? ഇവിടെ നാം കാണുന്നത് ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളട്ടെ. ശാഠ്യവും ദുരഭിമാനവും വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, നിസ്സാര കാര്യങ്ങൾ, നിസ്സാര. ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ എത്ര വേറെ നടക്കുന്നു, നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ടല്ലേ? ഇല്ലേ? ഇതിനേക്കാൾ എത്ര സംഭവങ്ങൾ, എത്ര വർത്തമാനങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ നടക്കുന്നുണ്ടാകാം, ഇല്ലേ? പക്ഷെ എനിക്കത് വിഷയമല്ല. ശാഠ്യം, ദുരഭിമാനം, പ്രിയപ്പെട്ടവരെ, അത് വിട്ടുകളയുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതിൻ്റെ ഈ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ 9 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ സഭയോടുള്ള ബന്ധത്തിൽ താഴ്മ ധരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു നന്മയെക്കുറിച്ച് അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്ക് ഉയർച്ച കിട്ടും എന്നുള്ളതാണ്. ഉയർച്ച കർത്താവ് താണതുകൊണ്ട് നമ്മൾ വായിക്കും 9-ാം വാക്യം, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. പ്രിയപ്പെട്ടവരെ, നമ്മളെ സഭയ്ക്ക് വേണ്ടി താണാൻ, അത് കർത്താവിന് വേണ്ടിയാണ് താഴുന്നത്, കർത്താവിന് വേണ്ടിയാണ് താഴുന്നത്. കാരണം സഭ കർത്താവിൻ്റേതാണ്. നമ്മൾ പറയും എൻ്റെ വല്യപ്പച്ചൻ കൊടുത്ത സ്ഥലമാണ്. അയ്യോ, ഇത് ആരുടെയും വല്യപ്പച്ചന്മാർ കൊടുത്താണോ എന്ന് എനിക്കറിയത്തില്ല, ഞാനത് ഉദ്ദേശിച്ചില്ല പറഞ്ഞത്. ഇത് എൻ്റെ വല്യപ്പച്ചൻ കൊടുത്ത സ്ഥലമാണ്, എൻ്റെ വല്യപ്പച്ചനാണ് ഇവിടെ ആദ്യമായി കൂടി വന്നത് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് കഴിയും. പക്ഷെ പ്രിയപ്പെട്ടവരെ, സഭ കർത്താവിൻ്റേതാണ്. ആ സഭയ്ക്ക് വേണ്ടി നമ്മൾ താണാൽ ഇവിടെ എന്താ വായിക്കുന്നത്? കർത്താവ് നമ്മളെ ഉയർത്തും. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. അത് ഏതുകൊണ്ട്? താണതുകൊണ്ട് ദൈവം പുത്രനെ ഏറ്റവും ഉയർത്തി. നമ്മളും സഭയ്ക്ക് വേണ്ടി താണാൽ കർത്താവ് നമ്മളെ ഉയർത്തും. എല്ലാ നിലകളിലും ഉയർത്തും. ശുശ്രൂഷകളിൽ നമ്മളെ ഉയർത്തും, ഭൗതികമായി നമ്മളെ ഉയർത്തും, ആത്മീക സന്തോഷത്തിൽ നമ്മളെ ഉയർത്തും, കുടുംബപരമായി നമ്മളെ ഉയർത്തും, എല്ലാ നിലയിലും നമ്മളെ ഉയർത്തും. കാരണം നമ്മൾ താണത് നമ്മുടെ സഭയ്ക്ക് വേണ്ടിയാണ്, കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടിയാണ്, കർത്താവിൻ്റെ ആലയത്തിന് വേണ്ടിയാണ് നമ്മൾ താണത്. കർത്താവ് അതിനെ മാനിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ പ്രത്യേകമായി സഹായിക്കുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും നിങ്ങളോടും അങ്ങനെ തന്നെ ചെയ്യുമെന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ ആരോടെങ്കിലും ക്ഷമിക്കാത്ത മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ട്, വിട്ടുകളയാത്തത്, ക്ഷമിക്കാൻ തടസ്സമായി നിൽക്കുന്നത്, അതിനൊക്കെ എല്ലാം കാരണം ശാഠ്യവും ദുരഭിമാനവുമാണ്. വേറെ ഒന്നും അതിൻ്റെ അകത്ത് വരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അത് വിട്ടുകളയുക എന്നുള്ളതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ഒരപ്പത്തിൻ്റെയും ഒരു പാനപാത്രത്തിൻ്റെയും പങ്കാളികളാണ്. അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നമ്മൾ അത് ആ പ്രമാണം നിലവിലിരിക്കെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ കരിയില പോലെ കാറ്റിൽ പറത്തിയിട്ട് കർത്തൃമേശയിൽ പങ്കെടുക്കാൻ നമുക്ക് പ്രമാണമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുകയാണ്. വചനം ആ കാര്യം 100% എന്ന് പറഞ്ഞാൽ 100% പറയുക. ഒരു ചെറിയ വിടവ് പോലും ആ കാര്യത്തിൽ കാണിക്കുന്നില്ല. അങ്ങനെ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത്, അതിന് പ്രമാണമില്ലെന്ന് പറഞ്ഞാൽ പ്രമാണമില്ല. ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് അതിന് പ്രമാണമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ വചനത്തോട് കൂട്ടുകയാണ്, ദൈവത്തിൻ്റെ വചനത്തോട് കുറയ്ക്കുകയാണ്, വചനത്തിലെ ചില പ്രമാണങ്ങൾ ഞാനങ്ങ് മാറ്റുകയാണ്. എനിക്കത് വേണ്ട, എനിക്കത് ബാധകമല്ല, ഞാനത് അനുസരിക്കുന്നില്ല. അയ്യോ, അങ്ങനെ ചെയ്യരുത്, അത് അപകടകരമായൊരു കാര്യമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ നാം കണ്ടത് രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് നാം രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ നാം കാണുകയുണ്ടായ ഒന്നാമത്തെ കാര്യം, അനുഗ്രഹീതമായ ഒരു സഭാ ജീവിതത്തിനായി നാം പ്രവർത്തിക്കണം. അതൊരു പ്രവൃത്തിയാണ്, രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിനും അധ്വാനമുണ്ടല്ലേ? അധ്വാനമുണ്ട്. അതിന് ത്യാഗമുണ്ട്, വില കൊടുക്കണം. അതിന് നിന്നയും പരിഹാസവും അനുഭവിക്കേണ്ടി വരും. അതിന് നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെയാണ് ഈ പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? അല്ലേ? നമുക്കറിയാം എൻ്റെ കാര്യം. അപ്പം ഈ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ സഭയിൽ ഐക്യത വരുത്തുവാൻ, സമാധാനം വരുത്തുവാൻ എന്നാലാവോളം എനിക്കെന്ത് ചെയ്യാനായിട്ട് കഴിയും? എൻ്റെ ശാഠ്യവും ദുരഭിമാനവും വെടിഞ്ഞ്
ഞാൻ എന്നെ തന്നെ താഴ്ത്തി, എൻ്റെ കർത്താവ് പറഞ്ഞ പ്രമാണം അനുസരിച്ച് ഞാൻ എന്നെ തന്നെ താഴ്ത്തി മുന്നോട്ട് പോകുവാൻ കർത്താവ് എന്നെ സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ പറഞ്ഞ് മുന്നോട്ട് പോകാം. ഈ ചിന്തകളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇനി രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നുള്ള ആശയത്തിൻ്റെ രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് വരാം. എന്നതിനു വേണ്ടിയൊക്കെ നമ്മൾ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കണം. നമ്മളിവിടെ നോട്ടീസിൽ കണ്ട ആ വാക്യം അതാണ്, 14-ാം വാക്യം അതാണ് ഇനി നമുക്ക് വായിക്കുവാനായിട്ടുള്ളത്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 14. ഒരു വേർപാട് ജീവിതത്തിനായി നാം പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്, അഥവാ രക്ഷയ്ക്കായി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വേർപാട് ജീവിതത്തിനായി നാം പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. 2-ാം അധ്യായം 14-ാം വാക്യം. ഒരു അനുഗ്രഹീതമായ വേർപാട് ജീവിതത്തിനായി നാം പ്രവൃത്തി ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അനുഗ്രഹീതമായ ഒരു വേർപാട് ജീവിതത്തിനായി ഈ തലമുറയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറ എന്നാണ്. വക്രതയും കോട്ടവുമുള്ള തലമുറ എന്നാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 4-ാം വാക്യത്തിൽ, മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 4, അവിടെ ഈ തലമുറയെക്കുറിച്ച് മറ്റൊരു കാര്യം വായിക്കുന്നുണ്ട്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ. അപ്പോൾ വക്രതയും കോട്ടമുള്ള തലമുറയാണ്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറയാണ്. വക്രതയും കോട്ടവും ദോഷവും വ്യഭിചാരവുമുള്ള തലമുറയാണ്. ഈ തലമുറയുടെ നടുവിലാണ് നമ്മൾ നമ്മുടെ ആത്മീക ജീവിതം അഥവാ വേർപാട് ജീവിതം കാഴ്ചവെക്കേണ്ടത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ, അതിൻ്റെ ഏതെങ്കിലും വശത്ത് അല്ലെങ്കിൽ സൈഡിലായിരുന്നെങ്കിൽ അത്രയും പ്രശ്നമില്ലായിരുന്നു. ഇത് നമ്മൾ നടുവിലാകുമ്പം 4 വശവും നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. 4 വശങ്ങളിൽ നിന്നുള്ള പ്രതിസന്ധികളും നമ്മൾ അഭിമുഖീകരിച്ചേ മതിയാകുകയുള്ളൂ. 4 വശങ്ങളിൽ നിന്നുള്ള പ്രലോഭനങ്ങളും നമ്മൾ നേരിട്ടേ മതിയാകുകയുള്ളൂ. അതിനോടെല്ലാം നമ്മൾ പോരാടിയേ പറ്റുകയുള്ളൂ. അതാണ് ഈ നടുവിലുള്ളതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ് നമ്മളായിരിക്കുന്നത്. വേദപുസ്തകം പഠിപ്പിക്കുന്ന വേർപാട് ജീവിതം എന്ന് പറയുന്നത് ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ഉള്ള വേർപാട് ജീവിതമാണ്. ഈ ഋഷിമാരെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ ഭക്തരായിട്ട് ജീവിക്കാനായിട്ട് അവർ പറഞ്ഞു, ഈ ലോകത്തിലൊന്നും ജീവിച്ചാൽ നമുക്ക് ഭക്തിയുള്ള ജീവിതം നയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ വലിയ തപോവനങ്ങളിലേക്കൊക്കെ പോയി അവിടെ അവർ തപസ് ചെയ്ത്, എന്ന് പറഞ്ഞാൽ ആരുടെയും ഒരു ശബ്ദം പോലുമില്ലാതെ എല്ലാം വെറുത്ത് എല്ലാറ്റിനോടും വിട ചൊല്ലി അവരേകരായി ഇരുന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ശ്രമിച്ചതായിട്ടൊക്കെ വായിച്ചിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന വേർപാട് ജീവിതം അങ്ങനെയുള്ളൊരു വേർപാട് ജീവിതമല്ല. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ് ഞാൻ വേർപെട്ടവനായി ജീവിക്കേണ്ടത്. എല്ലാ വക്രതകളും, എല്ലാ കോട്ടവും, എല്ലാ ദോഷവും, എല്ലാ വ്യഭിചാരവും, എല്ലാ വഷളത്വവും എൻ്റെ കണ്ണിന് മുമ്പിലുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ ഞാൻ അവയെ സ്നേഹിക്കാതെ വേർപെട്ടവനായി ജീവിക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന വേർപാട് ജീവിതം. അതാണ് ദൈവവചനം പഠിപ്പിക്കുന്ന വേർപാട് ജീവിതം എന്ന് പറയും. ഇതിന് വളരെ പ്രവൃത്തി ആവശ്യമാണ്, ഇതിന് വളരെ അധ്വാനം ആവശ്യമാണ്. ഇത് നിസ്സാരമായിട്ട് നടക്കുന്ന കാര്യമല്ല. നമ്മുടെ വേദപുസ്തകത്തിലെ പരിജ്ഞാനം കൊണ്ടോ നമ്മുടെ പാരമ്പര്യം കൊണ്ടോ നമ്മുടേതായ കഴിവുകൾ കൊണ്ടോ നമുക്കങ്ങനെ ജീവിക്കാൻ കഴിയുകയില്ല. നമ്മൾ അതിനുവേണ്ടി വളരെയധികം നിതാന്ത ജാഗ്രത പുലർത്തി കാര്യങ്ങൾ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ, ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 19, അവിടെ കർത്താവ് പറഞ്ഞത് എന്താ? നമ്മൾ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു എന്നാണ്. നമ്മളെ കർത്താവ് ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് എവിടെ ആക്കിയിരിക്കുക? ലോകത്തിൽ തന്നെ ആക്കിയിരിക്കുകയാണ്. നമുക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് പ്രയാസം വരും. ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് വേർപാട് ജീവിതം നയിക്കാനായിട്ട് വേറെ എവിടെയെങ്കിലും മാറ്റിക്കൊണ്ടുപോയാൽ നല്ലതായിരുന്നു, ഇല്ലേ? പക്ഷേ അങ്ങനെയല്ല. ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് ലോകത്തിൽ തന്നെ ആക്കിയിരിക്കുകയാണ്. ലോകത്തിൽ തന്നെ ആക്കിയിരിക്കുകയാണ്. എന്തിനാ ആക്കിയിരിക്കുന്നത്? ലോകക്കാരാകാതെ
ലോകത്തിൽ ജീവിക്കാനാണ്. ലോകക്കാരാകാതെ ലോകത്തിൽ ജീവിക്കാൻ. നമ്മൾ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് നമ്മളെ തിരഞ്ഞെടുത്തിട്ട് അവിടെ തന്നെ നമ്മളെ ആക്കിയിരിക്കുകയാണ്. എന്തിനാക്കിയിരിക്കുന്നത്? ലോകക്കാരാകാതെ ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട്. അങ്ങനെ പറ്റുമോ? പറ്റും. പറ്റത്തില്ലേ? കർത്താവ് അങ്ങനെ ആക്കിയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി കർത്താവ് നമ്മളെ ലോകത്തിലാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയും. ലോകക്കാരാകാതെ നമ്മൾ ലോകത്തിൽ ജീവിക്കേണ്ടതിന് നമ്മൾ ലോകത്തിലാക്കിയിരിക്കുകയാണ്. എസെക്കിയേൽ സാറ് പറഞ്ഞൊരു ഉദാഹരണം പലർക്കും അറിയാം. മരത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്ന 2 സസ്യങ്ങളാണ്. ഒന്ന് അമൃതവള്ളിയും മറ്റൊന്ന് ഇത്തിൽക്കണ്ണിയും. രണ്ടും മരത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്ന സസ്യങ്ങളാണ്. പക്ഷെ രണ്ടിനും 2 സ്വഭാവങ്ങളാണുള്ളത്. അമൃതവള്ളിക്ക് ഒരു പ്രത്യേകതയുള്ളത്, അതിങ്ങനെ പടർന്ന് മരത്തിന് മുകളിൽ അങ്ങ് കയറി ചെല്ലും. പക്ഷെ അതിന് പ്രത്യേകത, അതിനെ ചവിട്ടിപ്പിടിച്ച് പതിയെ ഒന്ന് കുലുക്കിയാൽ അതിൻ്റെ വേര് എല്ലാം പറഞ്ഞിങ്ങ് അതിങ്ങനെ താഴെ വീഴും. കാരണം അതിൻ്റെ വേരുകളെയും മരത്തിലൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യത്തേ ഉള്ളൂ. എന്നാൽ ഇത്തിൽക്കണ്ണി അങ്ങനെയല്ല. ഇത് നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റത്തില്ല, ഒടിഞ്ഞൊടിഞ്ഞ് പോരത്തേ ഉള്ളൂ അല്ലേ, ഒടിഞ്ഞൊടിഞ്ഞ് പോരത്തേ ഉള്ളൂ. അതിൻ്റെ വേരുകൾ മരത്തിലങ്ങ് ആഴ്ത്തി ഇറക്കും. എസെക്കിയേൽ സാറ് പറഞ്ഞത്, നമ്മൾക്ക് ലോകം വേണം, ഈ വൃക്ഷം വേണം, പക്ഷേ അമൃതവള്ളി പോലെ നമ്മുടെ വേരൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യാകാവും. വേറെ ഇത്തിൽക്കണ്ണി പോലെ ആഴത്തിൽ ഇറക്കാനായിട്ട് പാടില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, ലോകക്കാരാകാതെ നാം ലോകത്തിൽ ജീവിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, വള്ളം എവിടാ ഓടുന്നത്? വെള്ളത്തിലാണ് ഓടുന്നത്. പക്ഷേ വള്ളത്തിൽ കയറിയാലോ പ്രശ്നമായി പോയില്ലേ? വള്ളത്തിന് വെള്ളം വേണം, വള്ളം ഓടിക്കണമെങ്കിൽ വെള്ളം വേണം. പക്ഷേ ഈ വള്ളത്തിനകത്ത് കയറിയാലോ മുങ്ങും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലോകം അത്യാവശ്യമാണ്, പക്ഷേ ലോകം നമ്മിലേക്ക് വരാൻ പാടില്ല. വന്നു പോയാൽ നമ്മുടെ ആത്മീക മനുഷ്യൻ്റെ ആ സൗന്ദര്യം നഷ്ടപ്പെട്ട് നമ്മൾ ലോകക്കാരെ പോലെ ആയിത്തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്നുള്ള നിശ്ചയമായ ഒരു കാര്യമാണ്. നാം ലോകത്തോടൊരു വേർപാട് പാലിക്കണം എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് നാം ലോകത്തിൽ നിന്ന് വേർപെടണം, അല്ലെങ്കിൽ ഈ ലോകത്തെ നമ്മൾ എന്തുകൊണ്ട് സ്നേഹിക്കരുത് എന്നുള്ള നിലയിൽ നമുക്ക് ചില കാര്യങ്ങളൊന്ന് നോക്കാം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 4. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിന് 4-ാം വാക്യം. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ എന്തുകൊണ്ട് ലോകത്തെ നമ്മൾ സ്നേഹിക്കരുത്? ലോകത്തോടുള്ള സ്നേഹം കൂടുമ്പോഴാണ് ലോകത്തോട് അടുക്കാൻ നമുക്ക് താല്പര്യം വരുന്നത്. അപ്പോഴാണ് വേർപാട് ഒരാൾക്ക് കുറഞ്ഞു പോകുന്നത്, ഇല്ലേ? ഇവിടെ പറയുന്നു, എന്തുകൊണ്ട് നമ്മൾ ലോകത്തെ സ്നേഹിക്കാൻ പാടില്ല? യാക്കോബ് പറയുന്നു, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അപ്പം നമ്മൾ ലോകത്തോടുള്ള സ്നേഹം വർദ്ധിച്ചാൽ അത് ദൈവത്തോടുള്ള ഒരു ശത്രുത്വത്തിലേക്ക് അത് വഴിതെളിക്കുകയാണ്. നോക്കിയാൽ 4-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം, ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. ആദ്യം പറഞ്ഞ ഭാഗത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് 2-ാമത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൻ്റെ സ്നേഹിതനാകാൻ ഒരാളെ ആഗ്രഹിച്ചാൽ അവൻ ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുകയാണ്. ഇപ്പോൾ ഒരാൾ കിഴക്കിനോട് അടുക്കുന്നു എന്ന് പറയും തോറും പടിഞ്ഞാറിനോട് എന്ത് ചെയ്യുക? അകലുകയാണ്, അല്ലേ? എന്ന് പറയുന്ന പോലെ ഒരാൾ ലോകത്തോടങ്ങ് അടുക്കുകയാണ്, ലോകത്തോടുള്ള സ്നേഹം കൂടുകയാണ്. അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹം കുറയുകയാണ്, ദൈവത്തോട് ശത്രുത്വം വർദ്ധിക്കുകയാണ്. ദൈവത്തോട് വെറുതെ പറയൊന്നും വേണ്ട, ദൈവമേ ഇത്രയും നാൾ ഞാൻ ദൈവത്തോട് നല്ല സ്നേഹവും സൗഹൃദമൊക്കെ ആയിരുന്നു, എന്നാൽ ഇനി മുതൽ വലിയ ബന്ധമൊന്നും എനിക്ക് വേണ്ട, അങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ലോകത്തോടങ്ങ് അടുത്താൽ സ്വയമേ ദൈവത്തിൽ നിന്ന് അകലുമെന്ന് മാത്രമല്ല, ദൈവത്തിന് ശത്രുവായിത്തീരുകയാണ്. ലോകത്തെയും ദൈവത്തെയും ഒരുമിച്ച് സ്നേഹിച്ചു പോകാനായിട്ട് നമുക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്. 5-ാം വാക്യം നോക്കിയേ, അതിൻ്റെ എത്രയോ വളരെ ചിന്തനീയമായ നിലയിലാണ് ആ വാക്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. 5-ാം വാക്യം വേഴ്സ് 5, അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരാൾ ലോകത്തിന് സ്നേഹിതനായി, പക്ഷെ ദൈവത്തിൻ്റെ ശത്രുവാകുന്നില്ല. അങ്ങനെ ലോകത്തിൽ എവിടെയെങ്കിലും സംഭവിച്ചാൽ
യാക്കോബ് പറയുന്നത് ഈ തിരുവെഴുത്ത് വെറുതെ ഇതൊക്കെ പറയാം. അയ്യോ, അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമോ? ഈ തിരുവെഴുത്ത് ഒരു കാര്യവും വെറുതെ പറയുന്നില്ല. അപ്പം നിശ്ചയമായിട്ടും എന്താ, ഒരാൾ ലോകത്തിനെ സ്നേഹിതനായാൽ അവൻ ദൈവത്തിൻ്റെ ശത്രുവാകും എന്നുള്ളത് നിശ്ചയമാണ്. അതുകൊണ്ടാണ് ആ കാര്യം പറയുന്നത്. നോക്കിയേ, താഴോട്ട് നോക്കിയേ, വളരെ വളരെ വിശദമായിട്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അടുത്തത്, അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുകയാണല്ലോ. ആ പരിശുദ്ധാത്മാവിന് നമ്മോട് വല്ല അസൂയയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ ആളുകളും ലോകത്തിൻ്റെ സന്തോഷവും ലോകത്തിൻ്റെ ഇമ്പങ്ങളും ലോകത്തിലെ മായാ കാഴ്ചകളും ഒക്കെ ആവോളം അനുഭവിച്ച് അതിൻ്റെ ആ മട്ടോളം അവർ ഊറ്റി കുടിക്കുക. എന്നാൽ നമ്മളോട് മാത്രം പറയുക, നമ്മളോടൊരു ചെറിയ കൂട്ടത്തോട് മാത്രം പറയുക, വേണ്ട, നിങ്ങൾക്കിതൊന്നും വേണ്ട, നിങ്ങളിതിനെയൊന്നും പിറകെ പോകരുത്, നിങ്ങളിതിനെയൊന്നും സ്നേഹിക്കരുത്. അയ്യോ, നമ്മളോട് മാത്രം എന്താ ഇങ്ങനെ പറയാനുള്ള കാരണം? നമ്മളിത് അനുഭവിച്ച് നമ്മളതിൻ്റെ സന്തോഷം അനുഭവിക്കുന്നതിൻ്റെ അസൂയ കൊണ്ടാണോ നമ്മോടിത് പറഞ്ഞിരിക്കുന്നത് എന്നാണ് യാക്കോബ് ചോദിക്കുന്നത്. പരിശുദ്ധാത്മാവിന് നമ്മോടുമല്ല അസൂയ. നമ്മൾ ലോകത്തിൻ്റെ കാലഗതിയെ സ്നേഹിച്ച ലോകത്തിൻ്റെ ഇമ്പങ്ങളും ലോകത്തിൻ്റെതായ മായാ കാഴ്ചകളും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നതിന് പരിശുദ്ധാത്മാവിന് നമ്മോടുമല്ല അസൂയുള്ളത് കൊണ്ടാണോ ഈ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും പാടില്ല എന്നുള്ളത് വിശദീകരിച്ച് പറയുന്നതാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ ലോകത്തെ സ്നേഹിച്ചാൽ ദൈവത്തിൻ്റെ ശത്രുവായി തീരുമെന്ന് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. ഇതിന് നാലാം വാക്യത്തിൽ നാലാമത്തെ വാക്യം തുടങ്ങുന്നത് ഒരു പദപ്രയോഗം ശ്രദ്ധിക്കണേ, വ്യഭിചാരിണികളായുള്ളവരെ എന്നാണ്. വാസ്തവത്തിൽ എന്തിനാ ഇത്ര കഠിനമായ പദം ദൈവജനത്തെ യാക്കോബ് വിളിച്ചിരിക്കുന്നത്? നമുക്കറിയാം, 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2-ാം വാക്യം അവിടെ വായിക്കുന്നത് എന്താ? ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം. അപ്പം നമുക്കെല്ലാവർക്കും ഒരു വിവാഹ നിശ്ചയം നടന്നു. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ രക്ഷിതാവായി ഏറ്റെടുത്തപ്പോൾ, അഥവാ ആത്മമണവാളനായി നമ്മൾ ഏറ്റെടുത്തപ്പോഴാണ് നമ്മിൽ ആ വിവാഹ നിശ്ചയം നടന്നത്. എന്നാൽ അടുത്ത വാക്യത്തിൽ 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ വിവാഹ നിശ്ചയം നടത്തപ്പെട്ടത് ആരുമായിട്ടാണെന്നാണ് ഇവിടെ പറയുന്നത്. ആരുമായിട്ടാ? ക്രിസ്തു എന്ന ഏക പുരുഷനുമായിട്ട്. അപ്പം നമുക്ക് വിവാഹ നിശ്ചയം നടത്തപ്പെട്ടത് ക്രിസ്തു എന്ന ഏക പുരുഷനുമായിട്ടാണ്. അതുകൊണ്ട് നാം ആ ക്രിസ്തു എന്ന ഏകപുരുഷനോട് ഏകാഗ്രതയും നിർമ്മലതയും കാത്തു സൂക്ഷിക്കണം. ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആഗ്രഹം മാത്രം, ഒരൊറ്റ ചിന്ത മാത്രം, ഒരൊറ്റ പ്രതീക്ഷ മാത്രം, ഒരൊറ്റ നോട്ടം മാത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ മാത്രം സ്നേഹിക്കുന്ന ഒരു ജീവിതം, അതാണ് ഈ വാക്യത്തിലൂടെ അർത്ഥമാക്കുന്നത്. നാം ക്രിസ്തു എന്ന ഏകപുരുഷനോട് നാം ഏകാഗ്രത ഉണ്ടായിരിക്കണം, നിർമ്മലത ഉണ്ടായിരിക്കണം. അവനാണ് നമ്മുടെ ആത്മമണവാളൻ, അവനാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവൻ, അവിടുന്നാണ് നമ്മെ ചേർക്കാൻ വേഗം വരുന്നവൻ. ആ കർത്താവിനോട് നമുക്ക് ഏകാഗ്രത ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറഞ്ഞു വരട്ടെ, ക്രിസ്തു എന്ന ഏകപുരുഷന് നാം കൊടുക്കേണ്ടുന്ന സ്നേഹം അത് വേണ്ടവണ്ണം കൊടുക്കാതെ അതിൻ്റെ കുറേ അംശം ലോകത്തിന് കൊടുത്താൽ, യാക്കോബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് വ്യഭിചാരമാണ്, കഠിനമായ പാപമാണ്, ദൈവജനത്തിന് അനുവദനീയമല്ലാത്ത മഹാപാപമാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി ഒരിക്കലും ലോകത്തെ സ്നേഹിക്കാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുകയാണ്. ഇരുതോണിയിൽ കാലുവെച്ച് ആർക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. എത്ര വലിയ തുഴച്ചിൽ വിദഗ്ധനാണെങ്കിലും, ഈ വലിയ വള്ളംകളിയിലൊക്കെ അവാർഡ് നേടിയിട്ടുള്ള ആളാണെങ്കിലും, ഒരു ഇടത്തേക്കാൽ ഒരു തോണിയിലും വലത്തേക്കാൽ മറ്റൊരു തോണിയിലും വെച്ച് ഇങ്ങനെ തുഴയുകയാണെങ്കിൽ നിമിഷങ്ങൾക്കകം എന്ത് സംഭവിക്കും? തോണി രണ്ടും രണ്ട് വശത്തേക്ക് ഇദ്ദേഹം ഇവിടെ കിടക്കും, വെള്ളത്തിലും കിടക്കും, ഇല്ലേ? പറ്റത്തില്ല. 2 തോണിയിൽ കാല് വെച്ച് ആർക്ക് യാത്ര ചെയ്യാൻ കഴിയത്തില്ല. ലോകത്തെയും ദൈവത്തെയും ഒരുമിച്ച് സേവിച്ചു പോകാൻ ആർക്കും കഴിയുകയില്ല. നമുക്ക് മാത്രമല്ല, നമുക്ക് മുമ്പേ ജീവിച്ച എത്രയോ ഭക്തവര്യന്മാർ, ഇല്ലേ? അവർക്ക് പോലും എന്ത് സാധിച്ചിട്ടില്ല? ലോകത്തെയും ദൈവത്തെ ഒരുമിച്ച് സേവിക്കാൻ കഴിഞ്ഞിട്ടില്ല. എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസ വീരന്മാരുടെ വലിയ പട്ടിക നിറഞ്ഞ അധ്യായമാണ്. പ്രിയപ്പെട്ടവരെ, അവർക്ക് പോലും
അത്രമാത്രം വലിയ വിശ്വാസ വീരന്മാർക്ക് പോലും ലോകത്തെയും ദൈവത്തെയും കൂടെ ഒരുമിച്ച് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നുകിൽ ലോകം അല്ലെങ്കിൽ ദൈവം. പ്രിയപ്പെട്ടവരെ, ലോകത്തെയാണോ ദൈവത്തെയാണോ വാസ്തവമായി നമ്മൾ സ്നേഹിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ലോകമാണോ ദൈവമാണോ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്? എൻ്റെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി ഞാൻ ആർക്കാണ് കൊടുക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്തിനെയാണ്? എൻ്റെ ജീവിതത്തിന് ഒന്നാമത്തെ സ്ഥാനം ഞാൻ ഏതിനാണ് കൊടുക്കുന്നത്? വളരെ ഗൗരവമായി നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യമാണ്. ലോകത്തെ നമ്മൾ സ്നേഹിച്ചാൽ അത് നമ്മളെ സംബന്ധിച്ച് ഒരു കഠിനമായ പാപമായി ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അത് നമുക്ക് അനുവദനീയമല്ല. കാരണം നമ്മൾ നമ്മുടെ ജീവിതം ഒരു ആത്മമണവാളന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതാ. ആ ആത്മമണവാളന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് ലോകത്തിൻ്റെ പിന്നാലെ പോയാൽ അത് ദൈവസന്നിധിയിൽ കുറ്റകരമായൊരു കാര്യമാണ്, അത് പാപമാണ്, നമുക്ക് അനുവദനീയമല്ലാത്ത ഒരു കാര്യമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് വരും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നാം ലോകസ്നേഹം നമുക്ക് അനുവദനീയമല്ല. ഇതിൻ്റെ ബാക്കി ചില ലോകസ്നേഹത്തിൻ്റെ ബാക്കി ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ദൈവം അനുവദിച്ചാൽ അത് ആ ഭാഗം പിന്നീട് നമുക്ക് നാളെയായിട്ട് ചിന്തിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി നമ്മൾ ചിന്തിച്ചത് എന്തിനു വേണ്ടിയൊക്കെ നമ്മൾ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. നാം വളരെ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി ബൈബിൾ ക്ലാസ് ഇവിടെ ക്രമീകരിച്ചതാണ്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചത്. ആ ആഗ്രഹത്തോടെയാണ് നമ്മൾ ഈ വിഷയം, ഈ ബൈബിൾ ക്ലാസ് ക്രമീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, നാം രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, അത് നമ്മുടെ ആഗ്രഹമാണ്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഏതെല്ലാം ആവശ്യത്തിന് വേണ്ടി നമ്മൾ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കണം, എന്തിനെല്ലാം വേണ്ടി പ്രവർത്തിക്കണം. ഒന്ന്, അനുഗ്രഹീതമായ ഒരു സഭാ ജീവിതത്തിനായിട്ട്. സഭ എന്നത് കർത്താവിൻ്റേതാണ്. ഞാൻ ഒരു സഭയിൽ കൂടുമ്പോൾ കർത്താവിൻ്റെ സഭയുടെ ഒരു പങ്കാളിയായിട്ട് ഞാൻ തീരുകയാണ്. അതുകൊണ്ട് ഞാൻ മൂലം ആ സഭ എത്രമാത്രം അനുഗ്രഹിക്കപ്പെടാമോ അത്രമാത്രം അനുഗ്രഹിക്കപ്പെടണം. അത് മാത്രമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത. എൻ്റെ കാര്യം സാധിച്ചില്ല, എന്നോട് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് പ്രാധാന്യം തന്നില്ല, എൻ്റെ വാക്കുകളെ അതെല്ലാം ശാഠ്യവും ദുരഭിമാനവുമാണ്. പ്രിയപ്പെട്ടവരെ, അതെല്ലാം വെടിയുവാൻ ആവശ്യമുണ്ട് എന്നാണ് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ താഴ്ത്താം. നമ്മളാരും ഇന്ന് രാത്രി യാദൃച്ഛികമായി ദൈവവചനം കേട്ടതല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വാക്കെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മറുപടി പറയാതെ നാം ആരും ഈ ഹോള് വിട്ട് ഇന്ന് പുറത്തു പോകാനായിട്ട് പാടില്ല. നാം ആരെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ അയോഗ്യമായി കർത്തൃമേശയിൽ പങ്കെടുത്തിട്ടുണ്ടോ? തന്നെത്താൻ ശോധന ചെയ്യാതെ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മോട് ചോദിക്കുന്നു, നിനക്ക് ആര് ആ അധികാരം തന്നു? നീ ആ വചനം എടുത്തു മാറ്റിയിട്ട് എൻ്റെ സഭയിൽ നീ എങ്ങനെ ജീവിച്ചു? എന്തിനു നീ എങ്ങനെ ജീവിച്ചു? എൻ്റെ വചനം എടുത്തു മാറ്റുവാൻ നിന്നോട് ആര് പറഞ്ഞു? ഇന്ന് രാത്രി എന്ത് മറുപടി കൊടുക്കും? ആർക്ക് മറുപടി കൊടുക്കുവാൻ കഴിയും? നമ്മുടെ പണത്തിനോ, നമ്മുടെ പ്രാമാണിത്യത്തിനോ, നമ്മുടെ അറിവിനോ, നമ്മുടെ കഴിവിനോ, നമ്മുടെ ധനത്തിനോ, ധനസമൃദ്ധിക്കോ അതിന് മറുപടി കൊടുക്കുവാൻ കഴിയുമോ? ഇല്ല. അതിന് മറുപടി കൊടുക്കുവാൻ ഒറ്റ കാര്യം മാത്രം, ശാഠ്യവും ദുരഭിമാനവും മാറ്റിവെച്ച് താഴുക എന്നുള്ളതാണ്. അതിന് നല്ല ഉദാഹരണം നമുക്ക് മുമ്പേ നമ്മുടെ കർത്താവ് താണു. ആ നല്ല കർത്താവിനെ പിൻപറ്റുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തുവിൻ്റെ ആ മനസ്സ് നമുക്കുള്ളത് കൊണ്ട് ഏകഭാവമുള്ളവരായി, ഐകമത്യപ്പെട്ടവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ അങ്ങനെ തന്നെ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും നിങ്ങളോട് ചെയ്യും. കർത്താവേ, അങ്ങ് എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ ഞാൻ എന്തുള്ളൂ കർത്താവേ? കർത്താവ് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. കർത്താവ് എന്നെ പിന്നെയും നോക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ദാസന്മാരെ നമ്മുടെ മധ്യത്തിലേക്ക് അയക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ചേ പറ്റുകയുള്ളൂ എന്ന് ദൈവാത്മാവ് കർശനമായി നമ്മോട് പറയുകയാണ്. അതുകൊണ്ടാണ് ഈ ക്ലാസ് നമ്മെ ദൈവാത്മാവ് കേൾപ്പിക്കുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ എന്താണ് ഞാൻ വെടിയാനായിട്ടുള്ളത്? എന്താണ് ഞാൻ ഏറ്റുപറയാനായിട്ടുള്ളത്? എവിടെയാണ് ഞാൻ താഴാനുള്ളത്? എവിടെയാണ് ഞാൻ തകരാനായിട്ടുള്ളത്? പിശാചനോട് പറയും, മകനെ ഇതൊന്നും വേണ്ട, നീ അതൊന്നും ചെയ്യണ്ട. കാരണം ദൈവത്തിൻ്റെ സഭ
വളരാതിരിക്കാൻ, അതിനെ തകർക്കാൻ പിശാച് അത്യന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ അവനൊരു കരുവാക്കി തീർക്കരുത്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്നാണ് നാം വായിക്കുന്നത്. കർത്താവേ, സാത്താൻ്റെ കയ്യിലെ ഒരു ആയുധമായി എന്നെ തീർക്കരുതേ കർത്താവേ. സാത്താൻ ആലോചന പറഞ്ഞു തന്ന് അത് കേട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായി എന്നെ ഇനി ജീവിപ്പിക്കരുതേ കർത്താവേ. ഞാൻ അങ്ങയുടെ വചനത്തിനു മുമ്പാകെ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നാം ഓർത്തതുപോലെ ഇത് ആണയുടെ വചനമാണ്. ഇത് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെ പറഞ്ഞാൽ ഒരു മാറ്റവും അതിനില്ല. അതുകൊണ്ട് കർത്താവേ, അങ്ങയുടെ വചനത്തിനു മുമ്പാകെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാം. എവിടെയാണ് എനിക്ക് തിരുത്തുവാനുള്ളത്, എവിടെയാണ് എനിക്ക് പരിഹരിക്കാനുള്ളത്, ഞാനത് പരിഹരിക്കാൻ അങ്ങയുടെ സന്നിധിയിൽ എന്നെ സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് പറയാം. ലോകത്തെ സ്നേഹിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ലോകത്തെ സ്നേഹിക്കുന്ന ഏതെങ്കിലും അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, കർത്താവേ, എനിക്ക് അങ്ങാണ് ഏറ്റവും വലുത്. എന്നെ സ്നേഹിച്ചവൻ അവിടുന്നാണ്. എനിക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നത് അവിടുന്നാണ്. എൻ്റെ പേർക്ക് വേണ്ടി ജീവൻ തന്നവൻ, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവൻ അവിടുന്നാണ്. കർത്താവേ, അവിടുന്നാണ് എൻ്റെ ആത്മമണവാളൻ. അങ്ങേ ഞാൻ എൻ്റെ നാഥനായി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. എനിക്കങ്ങ് മാത്രം മതി കർത്താവേ, നീ മാത്രം മതി, നീ മാത്രം മതി. ദൈവോത്ര, ലോകത്തെ സ്നേഹിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കത് വേണ്ട കർത്താവേ, എനിക്ക് അങ്ങ് മാത്രം മതിയെന്ന് പറഞ്ഞ് ദൈവസന്നിധി നമ്മളെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്തി ഭരമേൽപ്പിക്കാം. രക്ഷയ്ക്കായി നമുക്ക് പ്രവർത്തിക്കാം. ഈ ചിന്തകളാൽ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ പൊന്നുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.